യേശുക്രിസ്തുവിൻ്റെ പവിത്ര സുവിശേഷത്തിൻ്റെ വ്യക്താവായി ഈ പരസ്യവേദിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ കർത്താവ് ഇന്ന് രാത്രിയും എനിക്ക് തന്ന അവസരം ഒരു ഭാഗ്യപദവിയായി കരുതി സകല ബഹുമാനവും പുകഴ്ചയും സ്തോത്രവും ആരാധനയും ഈ രാത്രിയിൽ കർത്താവിന് അർപ്പിക്കുന്നു. ഇവിടെ നടക്കുന്ന ഈ ആത്മീക സംഗമത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയ കർത്തുദാസൻ പാസ്റ്റർ സജി ജോൺ അവറുകൾ, അതേപോലെ അനുഗ്രഹിക്കപ്പെട്ട ആ മുഖ സന്ദേശത്തിലൂടെ ഈ യോഗം കർത്തൃകരങ്ങളിൽ ഭരമേൽപ്പിച്ച അനുഗ്രഹീത കർത്തുദാസൻ പാസ്റ്റർ വി കെ കുഞ്ഞുമോൻ അവറുകൾ, ഇവിടെയുള്ള പ്രാദേശിക സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ രഹബോത്ത് ഫെയ്സ് സെൻ്ററിന് നേതൃത്വം നൽകുന്ന പ്രിയ കർത്തുദാസൻ പാസ്റ്റർ ജിജു വി കുഞ്ഞുമോൻ അവറുകൾ, അതേപോലെ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ ഉപ്പുതറ സെൻ്ററിന് ഏറ്റവും മികവുറ്റ രീതിയിൽ വളരെ നാളുകളായി അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുകയും ഒരു പിതാവിനെ പോലെ ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീത കർത്തുദാസൻ പാസ്റ്റർ കെ വി വർക്കി അവറുകൾ, അതേപോലെ ഇവിടെയായിരിക്കുന്ന മറ്റ് നിരവധി കർത്തുദാസന്മാരുണ്ട്. അവരെല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ ബിൻസൺ, അങ്ങനെ തുടങ്ങിയ ദൈവദാസന്മാരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിനായി വളരെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഞാനേറെ സ്നേഹിക്കുന്ന എൻ്റെ ആത്മീയ സഹോദരൻ പാസ്റ്റർ സാബു ചാരുമൂട് അവരുടെ നേതൃത്വത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം, ഈ ശബ്ദ ക്രമീകരണങ്ങൾ ചെയ്യുന്ന പ്രിയ സഹോദരങ്ങൾ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, ദൈവമക്കൾ, ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന സഹോദരങ്ങൾ, ലൈവ് ടെലികാസ്റ്റിലൂടെ ശ്രദ്ധിക്കുന്നവർ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം പ്രത്യാഗമിക്കുവാൻ പോകുന്ന യേശുക്രിസ്തുവിൻ്റെ വന്ധ്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. സന്തോഷമുണ്ട്. ഇന്ന് രാത്രിയും യേശു കർത്താവിനെ ഈ പരസ്യവിനെ പ്രസംഗിക്കപ്പെട്ട അവസരം ഒരു ഭാഗ്യ പദവിയായി കരുതി എല്ലാ മഹത്വവും ഈ രാത്രി ഈ ആവശ്യം അർപ്പിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഏറെ കഠിനാധ്വാനങ്ങൾക്കപ്പുറം സംഘടിപ്പിക്കുന്ന ഇങ്ങനെയുള്ള മീറ്റിങ്ങിൽ ഇതിൻ്റെ സംഘാടകർ ഇതിൻ്റെ പിൻപിൽ വളരെ അത്യധ്വാനം ചെയ്ത് ഈ യോഗം സംഘടിപ്പിക്കുമ്പോൾ അവരുടെ അധ്വാനങ്ങൾ പ്രയോജനീഭവിക്കട്ടെ എന്നും അതിന് ദൈവം പ്രതിഫലങ്ങൾ നൽകട്ടെ എന്നും നാളെയുടെ നീളകളിൽ ദേശത്ത് നിന്ന് ആത്മാക്കളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വളരെ സ്നേഹിക്കുന്ന പ്രിയ കർത്തുദാസൻ പാസ്റ്റർ കെ വി വർക്കി അവറുകളോടൊപ്പം ഒരു പ്രാവശ്യം കൂടെ ലഭിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന 2 മാസത്തിന് പുറകിൽ ഇതിൽ അടുത്ത് നടക്കപ്പെട്ട സെൻട്രൽ കൺവെൻഷനിൽ പ്രഥമ രാത്രിയിൽ പ്രിയ ദേവദാസനോട് ഒരുമിച്ച് ആയിരിക്കുവാൻ കർത്താവ് തന്ന അവസരം ഒരു ഭാഗ്യ പദവിയായി ഞാൻ പിന്നെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയോടെ ദൈവസന്നിധിയിലേക്ക് എടുത്തു വരാം. കർത്താവിൻ്റെ വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജീവൻ്റെ ശബ്ദം കേൾക്കേണ്ടതിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ എനിക്കൊരു വാക്കുകൂടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ പറയേണ്ടത് പ്രിയ കർത്തുദാസൻ പാസ്റ്റർ സാബു അവറുകളെ പറ്റിയാണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഒരു 3-4 പ്രാവശ്യം അനേക തെരുവുകളിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ പ്രസംഗിച്ച ഒരു തെരുവായിരുന്നു ഈ ഉപ്പുതറായി അന്ന് നടന്നൊരു പരസ്യയോഗത്തിന് ജംഗ്ഷനിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് പ്രിയ കർത്തുദാസനാണ് പാട്ട് പാടുവാനിടയായത്. സ്ഥലങ്ങളിൽ തന്നെ പിന്നെയും ഇങ്ങനെയുള്ള വേദികളിലും കർത്താവിനെ പ്രസംഗിക്കാൻ വരുന്ന അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം വിശ്വസ്തൻ. ദൈവത്തിൻ്റെ എല്ലാ ദൈവമായി നന്ദി പറയുന്നു. ഞാൻ ഈ രാത്രിയിൽ ഔപചാരികതകൾ ഏറെയുള്ള ദിവസമായതുകൊണ്ട് തന്നെ സമയം നമ്മുടെ മുമ്പിൽ പരിമിതികൾ ഉള്ളതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാൻ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 23-ാം അധ്യായം 39 മുതൽ അതിൻ്റെ 43 വരെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സുവിശേഷം അതിൻ്റെ 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ ഒരാളൊന്ന് വായിച്ച് സഹായിച്ചാൽ നല്ലതായിരിക്കും. 23-ന്റെ 39 മുതൽ 43 വരെ. യോഹന്നാന്റെ സുവിശേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് അവസാനത്തെ 10 അധ്യായങ്ങൾ തന്നെ അവസാനത്തെ ഒരാഴ്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റെല്ലാ സുവിശേഷകന്മാരും പ്രത്യേകിച്ച് വേഗത്തിൽ പുരോഗമിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷം പോലും യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് വേണ്ടി അവസാനത്തെ ചില അധ്യായങ്ങൾ തന്നെ മാറ്റിയിട്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അത്രയ്ക്ക് പ്രസക്തമാണ്, അത്രയ്ക്ക് പ്രസിദ്ധമാണ് യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾ. ഇക്കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഇക്കഴിഞ്ഞതിന് തൊട്ട് മുൻപത്തെ ആഴ്ച
നമ്മുടെ ലോകം മുഴുവൻ കൊണ്ടാടിയത് യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വ്യത്യസ്ത തലങ്ങളിൽ ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ മരണത്തെ കൊണ്ടാടുമ്പോൾ ഒരു ചോദ്യം ഇന്നും അവശേഷിക്കുന്നുണ്ട്: അത്രയ്ക്ക് പ്രസക്തമാണോ ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾ? കാരണം മരണം ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട്, മരണ വാർത്തകൾക്കൊത്തിരി നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ മരണത്തിന് ഇത്രയും പ്രസക്തിയും പ്രാധാന്യവും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കൊഴിഞ്ഞു വീണിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നതെന്നൊരു ചോദ്യം മനുഷ്യ മനസ്സുകൾക്കകത്ത് ഉയർന്നു നിൽക്കുന്നതാണ്. എന്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ മരണത്തിന് ഇത്രയും പ്രാധാന്യമുള്ളത്? ചില മരണങ്ങൾ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ചില ഗ്രഹനാഥന്മാരുടെ മരണം കുടുംബത്തിൻ്റെ താളം തന്നെ തെറ്റിക്കുന്ന, കുടുംബത്തിൻ്റെ അവസ്ഥകൾക്ക് തന്നെ മാറ്റം വരുത്തുന്ന ചില മരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ചില സംസ്ഥാനങ്ങളെ, ചില സമൂഹങ്ങളെ പിടിച്ചുകുലുക്കുന്ന ചില മരണങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി അവരുടെ മരണം തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ 38 മണിക്കൂർ നീണ്ട വിലാപയാത്രകളിലൂടെ കേരളം മുഴുവൻ ഒരുമിച്ച് ചേർന്ന ഒരു മരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. മരണത്തിനപ്പുറത്തും തൻ്റെ സ്മൃതി മണ്ഡപത്തിനകത്ത് ആയിരങ്ങൾ ദിവസവും വരുന്ന നിവേദനങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ ഈ കേരളത്തിനകത്ത് കാണുവാനിടയായത്. പക്ഷെ കാലങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ഇന്ന് ആ ശവകുടീരം, കഴിഞ്ഞ ദിവസം പുതുപ്പള്ളിയിലൂടെ ഞാൻ അതുവഴി സഞ്ചരിക്കുമ്പോൾ അത് നിശ്ചലമാണ്, ശൂന്യമാണ്. ആൾപ്പെരിപ്പങ്ങൾ, ജനക്കൂട്ടങ്ങളൊന്നും അവിടെയില്ല. ഞാൻ പറഞ്ഞത് സംസ്ഥാനങ്ങളെ പിടിച്ചുകുലുക്കിയ ചില മരണങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. രാഷ്ട്രത്തെ പിടിച്ചുകുലുക്കിയ എത്രയോ മരണങ്ങൾ. ഏറ്റവും നിർണായക കാലഘട്ടത്തിനകത്ത് അമേരിക്കയുടെ ഭരണസാന്നിധ്യത്തിലേക്ക് വന്ന ജോൺ എഫ് കെന്നഡി, അദ്ദേഹത്തിൻ്റെ മരണം ഓടുന്ന കാറിനകത്ത് തൻ്റെ പ്രതിപക്ഷത്തിൽ നിന്നൊരു അക്രമി വെടിവെച്ച് നെഞ്ചകം തീർത്ത് വെടിയുതിർത്തപ്പോൾ മരിച്ചു വീണ ജോൺ എഫ് കെന്നഡിയുടെ വാർത്തകൾ അമേരിക്ക ആ രാജ്യത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു മരണമാണ് ജോൺ എഫ് കെന്നഡിയുടെ മരണം. അടിമ വ്യാപാരത്തിന് അവസാനം കുറിച്ച എബ്രഹാം ലിങ്കന്റെ മരണം അമേരിക്കയെ പിടിച്ചു കുലുക്കിയ മരണമാണ്. തിരഞ്ഞെടുപ്പ് പര്യടനം നടത്തി അവിടെ നടത്ത പടുക്കുറ്റം റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ വലിയൊരു സ്ഫോടനത്തിനകത്ത് മരിച്ച പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന ബെന്നിസീർ ഭൂട്ടോയുടെ മരണം പാകിസ്ഥാൻ്റെ ചരിത്രത്തെ പിടിച്ചുലക്കിയ ചരിത്രമാണ്. ഇന്ത്യയിലുമുണ്ട് അതുപോലെ 2 ചരിത്രങ്ങൾ. നമുക്കറിയാം, ഭാരതത്തിൻ്റെ ഉരുക്കുവനിത എന്നറിയപ്പെട്ട ഇന്ദിരാഗാന്ധി, നമുക്കറിയാം പഞ്ചാബിൽ നടത്തിയൊരു ഇടപെടലിൻ്റെ പ്രത്യാഘാതമെന്ന വണ്ണം തൻ്റെ അംഗരക്ഷകരിൽ ഒരാൾ നെഞ്ചകം തീർത്ത് വെടിയുതിർത്തപ്പോൾ പിടഞ്ഞു വീണ് മരിച്ച ഇന്ദിരാഗാന്ധിയുടെ ചരിത്രം പിന്നീട് അവശേഷിച്ചത് ആ സമൂഹത്തിന് നേരെയുള്ള വേട്ടയാടുകളിലേക്കും ഭാരതം മുഴുവൻ അതിൻ്റെ സ്വാധീനങ്ങൾ, അതിൻ്റെ ശക്തി അലതല്ലുന്നതിന് ഭാരതം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ശ്രീലങ്കയിൽ നടത്തിയ ഇടപെടലിൻ്റെ പ്രത്യാഘാതമെന്ന വണ്ണം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായ യൗവനവരീയനായ രാജീവ് ഗാന്ധിയുടെ തകർത്തെറിഞ്ഞ ബോംബ് സ്ഫോടനങ്ങൾ, ശ്രീപെരുമ്പത്തൂരിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങൾക്ക് ഇന്ത്യ സാക്ഷ്യം വഹിച്ചതാണ്. അത് ഇന്ത്യയുടെ ചരിത്രത്തെ ഒരു സമയത്ത് പിടിച്ചു നിർത്തിയതാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല. രാഷ്ട്രം മാത്രമല്ല, ഭൂഖണ്ഡങ്ങളെ പിടിച്ചു നിർത്തിയ എത്രയോ മരണങ്ങളുണ്ട്. ഭൂഖണ്ഡങ്ങളെ പിടിച്ചു നിർത്തിയ മരണങ്ങൾ. അതേപോലെ ലോകമൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട ചില മരണങ്ങളുണ്ട്. ഒന്നാമത്തെ ലോകമഹായുദ്ധം തുടങ്ങുന്നത് ഒരു മരണത്തിൻ്റെ കാര്യങ്ങൾ ആഘോഷിക്കപ്പെട്ടതുകൊണ്ടും ആ മരണത്തിൻ്റെ കാര്യങ്ങൾ ചർച്ചയായതുകൊണ്ടാണ്. ഓസ്ട്രിയയിൽ നടക്കപ്പെട്ട ഒരു മരണത്തിൻ്റെ സ്വാധീനങ്ങൾ ലോകവ്യാപകമായിട്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കപ്പെടുവാനിടയായി. അതിനപ്പുറത്ത് 2ാം ലോകമഹായുദ്ധം സംഭവിച്ച് 10,000 ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. ഞാൻ പറഞ്ഞത് കുടുംബത്തെ തകർത്തെറിഞ്ഞ മരണങ്ങൾ, സംസ്ഥാനത്തിനകത്ത് സ്വാധീനം ചെലുത്തിയ മരണങ്ങൾ, രാഷ്ട്രത്തെ പിടിച്ചുകുലുക്കിയ മരണങ്ങൾ, ആ ലോകം മുഴുവൻ പിടിച്ചുകുലുക്കപ്പെട്ട ചില മരണങ്ങൾ. പക്ഷേ കാലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞ് 2024 കാലൂന്നി നിൽക്കുന്ന ഇന്നിൻ്റെ സമൂഹം നോക്കിക്കഴിഞ്ഞാൽ ഇന്നലകളുള്ള പല മരണങ്ങൾക്കും ഇന്ന് പ്രസക്തിയില്ല. ഉമ്മൻചാണ്ടി അവരുടെ മരണത്തിന് ഈ തെരഞ്ഞെടുപ്പിനകത്ത് പ്രസക്തിയില്ല, അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഭാരതത്തിൽ നടക്കപ്പെട്ട 2 രക്തസാക്ഷിത്വം, അത് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മരണം ഇന്ന് നേരിടുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയാകുന്നില്ല. അത് ഈ രാജ്യം ചർച്ച ചെയ്യപ്പെടുന്നതേയില്ല. ലോകമഹായുദ്ധത്തിന് കാരണമായി തീർന്ന അന്നത്തെ ആ മരണം ഇന്ന് ലോകത്തൊരിടത്തും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇന്ന് നടക്കപ്പെട്ട യാതൊരു സംഭവത്തിനകത്തും അതൊരു പ്രസക്തമായി നിൽക്കുന്നില്ല. ബെന്നിസീർ ഭൂട്ടോയുടെ മരണം
മരണം 1 മാസം മുമ്പ് നടന്ന പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയായി മാറിയതേയില്ല. ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ മരണങ്ങൾ മുഴുവൻ വിപ്ലവ വര്യന്മാരുടെ മരണങ്ങൾ, ഏകാധിപതിമാരുടെ മരണങ്ങൾ, ഓരോ കാലഘട്ടം കഴിഞ്ഞപ്പം അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയപ്പം ഇന്നലെ എപ്പോഴോ അല്ല, 2000 വർഷത്തിനപ്പുറത്ത് ലോകത്തിൻ്റെ മധ്യഭാഗത്ത് നടക്കപ്പെട്ട ഒരു മരണം 2000 വർഷം കഴിഞ്ഞിട്ടും ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇന്നും പ്രസംഗിക്കുന്നെങ്കിൽ, ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇന്ന് ധൈര്യത്തോടെ ഉയർത്തി പറയുന്നെങ്കിൽ, ഇന്നും അതിന് സ്വാധീന ശക്തിയുണ്ടെങ്കിൽ, ലോക സമൂഹത്തെ പിടിച്ചുകുലുക്കുന്ന ഇന്നും അത്ഭുത ശക്തിയുള്ള ഒരു മരണത്തെ അഭിമാനത്തോടെ ഇന്ന് രാത്രി വിളംബരം ചെയ്യാൻ കഴിയും. അതത്രേ നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ മരണം. ഇങ്ങനൊരു മരണം ലോക ചരിത്രത്തിനകത്തില്ല. 2 കാരണമാണ് ഈ മരണത്തെ ഏറ്റവും ഗൗരവമുള്ളതാക്കി മാറ്റുന്നത്. ഒന്ന്, ഈ മരണം അത് സാർവത്രികമായൊരു മരണമാണ്, സാർവത്രിക സ്വാധീനമുള്ള മരണമാണ്. അടുത്തത്, ഈ മരണം സജീവത്വമുള്ള മരണമാണ്, സാർവത്രികതയുള്ള മരണമാണ്. എന്താണ് ഈ മരണത്തിൻ്റെ സജീവത്വം? ഇന്ന് രാത്രി ഇവിടെ മാത്രമല്ല, ഉപ്പുതറയിൽ നിന്ന് മാത്രമല്ല, ഇത് പ്രസംഗിക്കുന്ന ഈ ലോകത്ത് ഏതൊക്കെ സ്ഥലമുണ്ടോ അവിടെയൊക്കെ ഈ നാമത്തെയും ഈ മരണ പുനരുത്ഥാനങ്ങളെയും വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇന്നും അത്ഭുതകരമായി പരിവർത്തനം വരുത്താൻ കഴിയുന്ന ഒരു മരണമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ മരണമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് വിളംബരം ചെയ്താൽ അതിൻ്റെ അനുഭവങ്ങൾ അകത്ത് പ്രാപിക്കപ്പെട്ടവർ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറയണം, പരിവർത്തനം വരുത്തുന്ന ഉലകത്തിനകത്തൊരു മരണം അത് യേശുവിൻ്റെ മരണമാണ്. അതാണ് ഈ മരണത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഇത് സാർവത്രിക സജീവത്വമുള്ള മരണമാണ്. ഇക്കഴിഞ്ഞ ദിവസം തിരുവല്ലയ്ക്കടുത്ത് തീപ്പേനി കോളനി എന്ന് പറയുന്ന ഒരു കോളനിയിൽ ഒരു കാലത്ത് പ്രമാദമായി ഒത്തിരി സംഭവങ്ങളൊക്കെ നടക്കപ്പെട്ട തീപ്പേനി കോളനിക്കകത്ത് നടക്കപ്പെട്ട ഒരു സുവിശേഷ യോഗത്തിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പറ്റി ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. പ്രസംഗത്തിനനന്തരം അനേകർ ക്രിസ്തുവിന് വേണ്ടി ഹൃദയത്തെ സമർപ്പിച്ചു. പക്ഷേ അടുത്ത ദിവസം അവിടെയുള്ള ദൈവദാസനെ വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നടക്കപ്പെട്ട യോഗത്തിനപ്പുറത്ത് ഏതാണ്ട് ഒരു 4-5 വീടുകൾക്ക് അപ്പുറത്തായിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ ആ ജീവിതം തന്നെ തകർത്തെറിയാൻ പലവിധ ചിന്തകളോടെ ആയിരുന്ന ഒരു ചെറുപ്പക്കാരൻ, എന്നാൽ ഈ സന്ദേശം തൻ്റെ ഹൃദയത്തിനകത്ത് പരിവർത്തനം വിതച്ചു, തൻ്റെ ഹൃദയത്തിനകത്ത് രൂപാന്തരത്തിൻ്റെ പുത്തൻ അവസരങ്ങൾ തുറന്നു കൊടുത്തു. അടുത്ത ദിവസം താനാ ദൈവദാസൻ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി എൻ്റെ ജീവിതത്തെ ക്രിസ്തു കോൺകർ ചെയ്തു. ക്രിസ്തു എൻ്റെ ജീവിതത്തെ കീഴടക്കി. എൻ്റെ ജീവിതം ഞാൻ ക്രിസ്തുവിന് വേണ്ടി കൊടുത്തു. ഇനി എൻ്റെ ജീവിക്കുന്നുവെങ്കിൽ ഞാൻ ആ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. എനിക്ക് സ്നാനപ്പെട്ട് സഭയോട് ചേരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ക്രിസ്തുവിനോട് ചേരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തിനാ ഞാൻ ഇതിവിടെ പറഞ്ഞതെന്നറിയുമോ? ഈ കഴിഞ്ഞയാഴ്ച തിരുവല്ലയുടെ തീപ്പേനി കോളനിയിൽ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ അവിടെ മനുഷ്യർക്ക് പരിവർത്തനം വരുത്തുവാൻ അവിടെ ചലിച്ച സന്ദേശമാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ സന്ദേശം. ഞാൻ പറഞ്ഞത്, കാലം എത്ര കഴിഞ്ഞിട്ടും കുറഞ്ഞു പോകാത്ത അത്ഭുതത്തിൻ്റെ ശക്തിയുള്ളൊരു സന്ദേശമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അഭിമാനത്തോടെ പറയാം, അതാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ സന്ദേശം. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഈ പന്തലിൽ നിന്ന് മാത്രമല്ല, ഈ ദേശത്തിൻ്റെ ഏത് കോണിൽ നിന്ന് ഈ വചനം കേൾക്കുമ്പോഴും അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇടപെട്ട് പരിവർത്തനത്തിൻ്റെ പുത്തൻ നാമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കാൻ കഴിയുന്ന യേശു ക്രിസ്തുവിൻ്റെ സന്ദേശത്തെ ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തി പറയുമ്പോൾ അതിന് അകം നിറഞ്ഞ് സ്തോത്രം പറയാൻ അകത്തു നന്ദിയുള്ളവർ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർ ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പരിവർത്തനം വരുത്തുന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ സന്ദേശം. ഈ സന്ദേശം മാത്രമേ മനുഷ്യർക്ക് പരിവർത്തനം വരുത്താൻ കഴിയത്തുള്ളൂ. ഞാൻ ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് അങ്ങനൊരാമുഖം കൊടുത്ത് ഇന്ന് രാത്രിയിൽ ആ മരണം നടന്ന കാൽവറിയുടെ ചുവട്ടിലേക്ക് നിങ്ങളെ ഇന്ന് രാത്രി വേഗത്തിൽ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ ഉയർന്നു നിൽക്കുന്ന 3 ക്രൂശുകൾ, കാൽവറിയിൽ തലയോടിടമെന്നർത്ഥമുള്ള സ്ഥലത്ത് ഗോൽഗോത്ത എന്നിടത്ത് ഉയർന്നു നിൽക്കുന്ന 3 ക്രൂശുകൾ. അതിൻ്റെ നടുവിലത്തെ ക്രൂശ് വീണ്ടെടുപ്പുകാരൻ്റെ ക്രൂശം, അതിൻ്റെ ഒരു ഭാഗത്തെ ക്രൂശ് തിരസ്കരിച്ചവൻ്റെ ക്രൂശം, ഒരു ഭാഗത്തെ ക്രൂശ് അംഗീകരിച്ച മനുഷ്യൻ്റെ ക്രൂശം. ഞാനതുകൊണ്ട് തന്നെ ആ 3 ക്രൂശുകളെയും 3 ത്രിവിധ പേരുകളാലാണ് അറിയപ്പെടുന്നത്. ഒന്ന് ദ ക്രോസ് ഓഫ് റിഡംഷൻ, അത് വീണ്ടെടുപ്പിൻ്റെ ക്രൂശ്. അതിൻ്റെ ഒരു വശത്തെ ക്രൂശ് ദ ക്രോസ് ഓഫ് റിജക്ഷൻ, തിരസ്കരണ ക്രൂശ്. അടുത്ത ഭാഗത്തെ ക്രൂശ് ദ ക്രോസ് ഓഫ് റിസപ്ഷൻ തന്നെയാണ്. നമുക്കറിയാം ഈ 2 വ്യക്തിത്വങ്ങളുടെ പേരുകൾ അവിടെ പറയാം. ഷാജി എന്ന് പറഞ്ഞാലേ നാടറിയത്തുള്ളൂ.
മോശം ഷാജി എന്ന് പറഞ്ഞാലേ നാടറിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ നാട്ടി വരുത്തിയ നാശം മുഴുവൻ ചേർത്ത് വെച്ച് നാട്ടുകാരിട്ട പേരാണ് നാശം ഷാജി എന്ന് പറഞ്ഞാൽ. ഷാജി എന്ന പേര് പറഞ്ഞെന്നറിയില്ല, നാശമെന്ന് പറഞ്ഞ നാട്ടുകാർക്കറിയാം. പക്ഷെ താനെന്ന് രാത്രി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു: നാശപ്പെട്ട എൻ്റെ ജീവിതത്തെ ഏറ്റവും പവിത്രമാക്കി തീർത്ത ഒറ്റ നാമം അത് യേശുവിൻ്റെ നാമമാണ്. നശിക്കപ്പെട്ട ജന്മമെന്ന് സമൂഹം മുദ്രകുത്തി പടിക്ക് പുറത്താക്കിയ തൻ്റെ ജീവിതത്തെ ഒറ്റ വാക്കുകൊണ്ട് പരിവർത്തനം വരുത്തി പൊന്നുപോലെയാക്കി തീർത്ത് തൻ്റെ ജീവിതത്തിന് പുത്തൻ ഏടുകൾ എഴുതിക്കൊടുത്ത കാലത്തിനകത്തൊരു കരുത്തുറ്റ ശബ്ദമുണ്ടെങ്കിൽ അത് നസ്രയനായ യേശു ക്രിസ്തുവല്ലാതെ മറ്റൊരാളില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഈ ചില മനുഷ്യരുടെയൊക്കെ പേര് പറഞ്ഞാൽ നാടറിയത്തില്ല, സ്വഭാവം പറഞ്ഞാൽ അറിയത്തുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു മനുഷ്യൻ ക്രൂശിന്മേൽ കിടക്കുക, ജീവിതത്തിനകത്ത് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അടുത്ത മണിക്കൂറിൽ എപ്പോഴെങ്കിലുമൊക്കെ മരണം തന്നെ മാടി വിളിക്കും, മരണത്തിൻ്റെ കറുത്ത കരങ്ങൾ തന്നെ തേടി വരുമെന്നുള്ള ഏത്യം ഈ മനുഷ്യൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ക്രൂശിൽ അവൻ കിടക്കുകയാണ്. എന്നാൽ അവിടെ വെച്ച് തൻ്റെ ജീവിതത്തിൽ വന്നൊരു തിരിച്ചറിവാണ് ഇന്ന് രാത്രി എൻ്റെ പ്രധാന പ്രമേയമായി നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ വേഗത്തിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നത്. ഈ മനുഷ്യനൊരു തിരിച്ചറിവ് സംഭവിച്ചു. ആ തിരിച്ചറിവ് സംഭവിച്ചപ്പോഴാണ് ആ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ വിളിക്കുവാനിടയായത്. കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെയും കൂടെ ഓർക്കണമേ. അവൻ അവിടെ വെച്ച് ക്രിസ്തുവിനെ വിളിക്കുക. ശരിക്കും അവന് സംഭവിച്ചത് ഒരു തിരിച്ചറിവാണ്. ഞാൻ സാധാരണ കവലപ്രസംഗങ്ങളിൽ ഒരു മനുഷ്യന് ആവശ്യമുള്ള 3 കാര്യങ്ങൾ പറയാറുണ്ട്. 1 നിറിവാണ്, 2 അറിവാണ്, 3 തിരിച്ചറിവാണ്. നിറിവെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നന്മയത് തിന്മയത്, നീതിയത് അനീതിയത്, സത്യമേത് അസത്യമേത്, ധാർമ്മികതയത് അധാർമികതയത്, ഇരുട്ടേത് വെളിച്ചമേത്, നീതിയത് അനീതിയേത് എന്നതിൻ്റെ തിരിച്ചറിവാണ് നിറിവ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് നിറിവ് വേണം. നിറിവ് നഷ്ടപ്പെട്ടവനെ നാട്ടുകാർ നെറികെട്ടവൻ എന്ന പേരിൽ അറിയപ്പെടും, നെറികെട്ടവൻ എന്ന പേരിൽ അറിയപ്പെടും. മനുഷ്യന് നിറിവ് ആവശ്യമാണ്. ഈ നിറിവ് പഠിക്കുന്നത് എവിടെയാണ്? കുടുംബത്തിൽ നിന്നാണ് നിറിവ് പഠിക്കുന്നത്. അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, സഹോദരിൽ നിന്ന്, സഹോദരിയിൽ നിന്ന്, ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കാരിൽ നിന്ന് അവൻ നിറിവ് പഠിക്കും. നിറിവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ അവനെ നെറിവുകെട്ടവൻ, നെറികെട്ടവൻ എന്ന പേരിൽ അറിയപ്പെടും. എന്നാൽ നല്ല കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് അവൻ നെറിവുള്ളവനാകണമെന്നില്ല. നെറിവുള്ളത് കൊണ്ട് ജീവിതത്തിൽ അവന് എല്ലാമാകണമെന്നുമില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നെറിവുള്ളവനായി മാത്രം പോരാ, അതിനപ്പുറത്തെ തലങ്ങളിലേക്ക് അവൻ വരണം. രണ്ടാമത്തേത് അറിവാണ്. അറിവ് ആർജിച്ചെടുക്കുന്നതാണ്. കലാലയങ്ങളിൽ നിന്ന്, വിജ്ഞാന ശാഖകളിൽ നിന്ന്, വിജ്ഞാനങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന വ്യത്യസ്തങ്ങളായ ശാഖകളിൽ നിന്ന് അവൻ ആർജിച്ചെടുക്കുന്നതിൻ്റെ പേരാ അറിവെന്ന് പറയുന്നത്. എന്നാൽ അറിവ് സർവവുമല്ല. ഒരു കാലത്ത് ജ്ഞാന സമൂഹങ്ങളൊക്കെ പറഞ്ഞത് അറിവ് സർവസ്വമെന്ന അറിവാണെല്ലാം. അറിവ് നേടിയെടുത്താൽ അതിനോടൊപ്പം രക്ഷയും നേടിയെടുക്കാം. കൂടുതൽ അറിവ് കിട്ടുന്നവന് രക്ഷ കിട്ടുമെന്നൊക്കെ പറയുന്ന ജ്ഞാന സമൂഹങ്ങൾ അന്ന് പുരാതന കാലഘട്ടങ്ങളിൽ തന്നെ നിലനിന്നിരുന്നു. എന്നാൽ ജ്ഞാനവും സർവവുമല്ലെന്ന് വെളിപ്പെട്ട എത്രയോ സംഭവങ്ങൾ. അറിവ് എല്ലാമായിരുന്നുവെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഒരു MDയെ കഴിഞ്ഞ ദിവസം MDMA ഉപയോഗിച്ചതിന് പിടിക്കപ്പെടത്തില്ലായിരുന്നു. അതുമാത്രമല്ല, ഒരു ഹൈസ്കൂൾ അധ്യാപകൻ ഇത് കച്ചവടം നടത്തിയതിന് പിടിക്കപ്പെടത്തില്ലായിരുന്നു. വിദ്യ പകർന്നു കൊടുത്തവർ പോലും ഇങ്ങനെയുള്ള അധാർമികതയ്ക്ക് പിടിവിടുമ്പോൾ അതിനർത്ഥം അറിവ് മാത്രം പോരാ, അറിവിനപ്പുറത്ത് ചിലത് സംഭവിച്ചാൽ മാത്രമേ ജീവിതത്തിനകത്ത് പരിവർത്തനം വരത്തുള്ളൂ. അപ്പം നിറിവ് പോരാ, നല്ല മനുഷ്യരെന്ന പേര് കൊണ്ട് പോരാ, അറിവ് പ്രാപിച്ച ഒരു ജീനിയസ് എന്ന് പറഞ്ഞാലും പോരാ. അതിനപ്പുറത്ത് ജീവിതത്തിൽ സംഭവിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. അതിൻ്റെ പേരാ തിരിച്ചറിവ് എന്ന് പറയുന്നത്. തിരിച്ചറിവ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം തിരിച്ചറിവാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യർക്ക് തിരിച്ചറിവ് ലഭിക്കുന്നത് എവിടെ വെച്ചാണ്? അവൻ എന്ത് തിരിച്ചറിവാണ് സംഭവിക്കേണ്ടത്? ഈ മനുഷ്യൻ നമ്മളെ പഠിപ്പിക്കുന്ന 3 പ്രധാനപ്പെട്ട പാഠങ്ങൾ ഇന്ന് രാത്രി ഞാൻ പങ്കുവെച്ചു തരാം. ഈ മനുഷ്യന് വന്ന ഒന്നാമത്തെ തിരിച്ചറിവ്, അവനവനെ തിരിച്ചറിഞ്ഞു. ഈ മനുഷ്യൻ ആദ്യം തിരിച്ചറിഞ്ഞത് അവനവനെ തന്നെയാ. അതുകൊണ്ടാണ് യേശുവിനെ ദുഷിച്ച മറ്റൊരുത്തനോട് ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്: നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, എന്നാൽ ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു. അവന് വന്ന തിരിച്ചറിവിൻ്റെ ഒന്നാമത്തെ ഭാഗം, അവൻ തെറ്റുകാരനെന്ന് തിരിച്ചറിഞ്ഞു. ന്യായീകരണങ്ങളൊന്നുമില്ല, വെളിപ്പിക്കലുകളൊന്നുമില്ല, യാതൊരുവിധ ക്യാപ്സൂളുകൾ ഇറക്കി വെളിപ്പിക്കുന്ന സിദ്ധാന്തമൊന്നുമില്ല. അവൻ മനസ്സിലായി താൻ ശപിക്കപ്പെട്ട ജന്മമാണ്, നശിക്കപ്പെട്ട ജന്മമാണ്, പാപം ചെയ്ത ജീവിതമാണ്, തെറ്റുകാരനെന്ന് യാതൊരു മടിയും കൂടാതെ അവനവിടെ സമർപ്പിക്കുകയാ. ജീവിതത്തിന് പരിവർത്തനം വരണമെങ്കിൽ ആന്തരികമായി കുടിയേറിയ അടിമത്തത്തിൻ്റെ ബോധ്യം സംഭവിക്കുന്നതിലാ അവൻ്റെ തിരിച്ചറിവിൻ്റെ ആദ്യത്തെ ഘട്ടം തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനൊരു പാപിയാണെന്ന്, ഞാനൊരു തെറ്റുകാരനാണെന്ന്, തിന്മയുടെ തേരോട്ടം ഈ ലോകം
ആ തിന്മയുടെ തേരോട്ടം എന്നിലും നടന്നു എന്ന്, ഞാനൊരു പാപി എന്ന തിരിച്ചറിവാണ് ശരിക്കും അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു തിരിച്ചറിവ്. ഇവൻ ആദ്യം തിരിച്ചറിഞ്ഞത് അവനൊരു പാപിയെന്ന. രണ്ടാമത് അവൻ തിരിച്ചറിഞ്ഞ തിരിച്ചറിവുകൾ അവനവനെ തിരിച്ചറിഞ്ഞപ്പോൾ തെറ്റുകാരൻ തിരിച്ചറിഞ്ഞു. രണ്ട്, അവൻ്റെ തിരിച്ചറിവുകൾക്കകത്ത് അവൻ ഏറ്റവും ഗൗരവമായി മനസ്സിലാക്കിയത് ഈ തെറ്റ് ആ തെറ്റിൽ തന്നെ അവശേഷിക്കുന്നില്ല, ഈ തെറ്റിനൊരു ശിക്ഷയുണ്ട്, അതിനൊരു ശിക്ഷയുണ്ട്. അതുകൊണ്ട് ആ ശിക്ഷ അനുഭവിച്ച് കിടക്കുന്നവൻ അവിടെ പറയുകയാണ്, നമ്മൾ മായ ശിക്ഷ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ തെറ്റിന് ഒരു ശിക്ഷയുണ്ടെന്നവൻ തിരിച്ചറിഞ്ഞു. അപ്പൊ തെറ്റുകാരനെന്ന് തിരിച്ചറിഞ്ഞു, തെറ്റിനൊരു ശിക്ഷയുണ്ടെന്നവൻ തിരിച്ചറിഞ്ഞു. എന്നാൽ ഈ രണ്ട് തിരിച്ചറിവുകൾക്ക് അപ്പുറത്ത് മൂന്നാമതൊരു തിരിച്ചറിവ് അവന് സംഭവിച്ചു. അവസാനം ഈ ക്രൂശിന്മേൽ കിടക്കുമ്പോൾ ഈ തെറ്റിനകത്തുനിന്നും ഈ ശിക്ഷക്കകത്തുനിന്നും മോചിക്കാൻ സ്വയപ്രയത്നം കൊണ്ട് കഴിയത്തില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവന് തന്നെ രക്ഷപ്പെടാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ ക്രൂശിൽ കിടന്ന് ചെയ്ത് അവൻ അവിടെ കിടന്ന് രക്ഷപ്പെട്ടേനെ. പക്ഷെ തനിക്കൊരു കാര്യം മനസ്സിലായി, എന്തൊക്കെ താൻ ഇവിടെ വെച്ച് ചെയ്താലും മതങ്ങൾ പറയുന്നതോ വിജ്ഞാനശാഖകൾ പറയുന്നതോ വൈജ്ഞാനിക സമൂഹം പറയുന്നതോ ജ്ഞാനവാദികൾ പറയുന്നതോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ കിടന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ലെന്ന് അവന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് മതങ്ങൾ എന്നും പറഞ്ഞ് വഞ്ചിക്കുന്നത് നീ ചെയ്ത് രക്ഷപ്പെടാൻ അർപ്പണങ്ങൾ, തർപ്പണങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പെരുന്നാളുകൾ, പദയാത്രകൾ, തീർത്ഥയാത്രകൾ, ഇത് മുഴുവൻ ചെയ്ത് രക്ഷപ്പെടുക മനുഷ്യനെ നോക്കി മതങ്ങൾ പറയുക. എന്നാൽ അവിടെ അവൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഇനി മതങ്ങൾ പറയുന്നതിന് എൻ്റെ ജീവിതത്തിൽ പ്രസക്തിയില്ല. കാരണം ചെയ്യാൻ എനിക്കിനി ഇവിടെ നിന്നൊരു മോചനമില്ല, പുറത്തിറങ്ങി വരാൻ കഴിയത്തില്ല. ഇതെൻ്റെ അവസാനത്തെ മണിക്കൂറുകളാ, ചെയ്തു തീർത്തിട്ട് രക്ഷപ്പെടാൻ എനിക്ക് കഴിയത്തില്ല. മാനവകുലത്തിനു മുമ്പിൽ മതങ്ങൾ വെച്ച ഉരുക്കും നുകം ഇതുപോലെ അടിമത്തത്തിന്റെ നുകമാ. ചെയ്തു തീർത്ത് രക്ഷപ്പെടാൻ മനുഷ്യനെ നോക്കി പറയുന്ന മതങ്ങൾ നിൽക്കുമ്പോൾ മനുഷ്യ മനസ്സിലാക്കേണ്ട തിരിച്ചറിവുകൾ മതത്തിന് രക്ഷിക്കാൻ കഴിയും. മതം അർപ്പണങ്ങളും തർപ്പണങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പറയുമ്പം യാതൊരു പെനി പോലും മുടക്കാതെ സൗജന്യമായി രക്ഷ കിട്ടുന്ന ഒരിടത്തേക്കാണ് ഇന്ന് രാത്രി ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ ധൈര്യത്തോടെ ദേശത്തോട് ത് യാതൊരു വിലയും കൂടാതെ നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയുന്നൊരിടം. അതാണ് ഈ സന്ദേശത്തിന്റെ പ്രസക്തി. അവൻ തിരിച്ചറിവിൻ്റെ മൂന്നാമത്തെ തിരിച്ചറിവ് അവൻ്റെ പരിമിതികൾ തിരിച്ചറിഞ്ഞു. തനിക്ക് സ്വയമായി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാൽ രക്ഷപ്പെടാൻ കഴിയത്തില്ലെന്ന് തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവ് വന്നപ്പോഴാണ് അവൻ്റെ രണ്ടാമത്തെ തിരിച്ചറിവിൻ്റെ പിറവി സംഭവിച്ചത്. എന്താ രണ്ടാമത്തെ തിരിച്ചറിവ്? അവൻ രക്ഷകനെ തിരിച്ചറിഞ്ഞു, യേശുവിനെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ആ ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ നോക്കിയിട്ട് അവിടുന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, എന്നാൽ ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അവനവനെ തിരിച്ചറിഞ്ഞിട്ട് നിർത്തിയില്ല, രക്ഷകനെ തിരിച്ചറിഞ്ഞു. ഇന്ന് രാത്രി ചരിത്രം മാറണമെന്നുണ്ടേ, ജീവിതത്തിന് പുത്തനേടുകൾ എഴുതണമെന്നുണ്ടെങ്കിൽ രക്ഷകനെ തിരിച്ചറിയണം. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത് എന്തെങ്കിലുമൊക്കെ കാൽപ്പനികമായ മൂഢ സന്ദേശങ്ങൾ ഉയർത്തി പറയാനല്ല ഈ പന്തൽ കെട്ടി ഇവിടെ ഈ സന്ദേശം നടത്തുന്നത്. ഇവിടെ ഉയർത്തി പറയുന്ന ഒറ്റയാളേ ഉള്ളൂ, ഒറ്റ സന്ദേശമേ ഉള്ളൂ. മാനവകുലത്തെ അവരുടെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഇറങ്ങി വന്ന രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ സന്ദേശം. അത് പ്രസംഗിക്കാൻ മാത്രമാണ് പള്ളിപ്പാടുകാരനായ ഞാൻ ഈ ഉപ്പുതറ വന്ന് നിൽക്കുന്നത്. അത് മറ്റു പല സന്ദേശങ്ങൾ പ്രസംഗിക്കാനായിരുന്നെങ്കിൽ അതിന് പറ്റുന്ന ഒത്തിരി വേദി ഈ സീസണിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇലക്ഷൻ സമയമല്ലേ, ഇഷ്ടം പോലെ പ്രസംഗിക്കാൻ പറ്റുമെങ്കിൽ ഏതെങ്കിലുമൊക്കെ കവരകൾ നിന്ന് ഏതെങ്കിലുമൊക്കെ വിപ്ലവ പാർട്ടിക്ക് വേണ്ടി ഉജ്ജ്വല മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ആലപ്പുഴക്കാരായ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ, ഞങ്ങളുടെയൊക്കെ സിരകളിൽ ഈ വിപ്ലവത്തിൻ്റെ ഊർജ്ജം ഒട്ടും കുറഞ്ഞിട്ടൊന്നുമില്ല. ഇതൊക്കെ ഉള്ളൊരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ വിപ്ലവത്തിൻ്റെ ഊർജവും വിപ്ലവത്തിൻ്റെ സ്വരവുമൊക്കെ മാറ്റിവെച്ചിട്ട് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് അതിനൊന്നും കഴിയാത്തത് മാനവകുല നേടിത്തന്ന ഒറ്റയിടം അത് യേശുക്രിസ്തുവിൻ്റെ കാൽവറിയാണെന്നും ഒറ്റ വ്യക്തി അവിടുന്നല്ലാതെ മറ്റാരുമില്ലെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെയാ ഇന്ന് രാത്രി ആ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. അവിടെ തിരിച്ചറിവ് ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. യേശുവിനെ അറിഞ്ഞതല്ല, തിരിച്ചറിഞ്ഞു. ഈ ഭൂചരിത്രം നോക്കിയാൽ ക്രിസ്തുവിനെ അറിയാത്തവരായിട്ട് ആരുമില്ല, ക്രിസ്തുവിനെ പറ്റി എന്തേലും പറയാത്തവരായിട്ട് ആരുമില്ല. കഴിഞ്ഞ ദിവസം
ഞാൻ തിരുവല്ല DC ബുക്സിനകത്ത് പുസ്തകങ്ങൾ നോക്കുമ്പം അതിൻ്റെ ചരിത്ര പുസ്തകങ്ങളുടെ ഒരു സെഷനകത്ത് ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പം അതിൻ്റെ ഏറ്റവും താഴത്തെ റോയ്ക്കകത്തൊരു പുസ്തകം ഞാൻ കണ്ടു. യേശുക്രിസ്തു കാശ്മീരി വന്നു. തിരുവിടത്തൊന്നും വായിച്ചിട്ടും പരിശോധിച്ചിട്ടും ചരിത്ര പുസ്തകമൊന്നും തപ്പിയിട്ടും കിട്ടാത്തൊരു പുത്തനറിവ് അതിനകത്ത് കിട്ടി. യേശുക്രിസ്തു കാശ്മീരി വന്നു. ഒന്ന് തിരിച്ചു നോക്കി ക്രിസ്തു കാശ്മീരി വന്നു എന്നുള്ള പുസ്തകം. ശരിക്കും പറഞ്ഞാൽ സാധാരണ ഇങ്ങനെയുള്ള വേദിയിൽ അങ്ങനെയുള്ള കൊളോക്കിയൽ ലാംഗ്വേജ് ഒന്നും ഉപയോഗിക്കുന്നതല്ല. എന്നാലും ഒരു നാട്ടുഭാഷ സിമ്പിളായിട്ട് അങ്ങ് പറയാം, ഒരു ചുക്കും അതിനകത്ത് കണ്ടില്ല. പക്ഷെ ഞാനത് മടക്കി വെക്കാൻ നേരം കണ്ടൊരു കാര്യമുണ്ട്. 26ാമത്തെ എഡീഷനാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പേരിൽ എന്തു പറഞ്ഞാലും അത് ബെസ്റ്റ് സെല്ലറാകും. ഏറ്റവും ഈ ലോകത്തിൽ പ്രസംഗിക്കാനും വിൽക്കാനും കൊള്ളാകുന്ന ഒരാളുണ്ട്, കർത്താവിനെ വിൽക്കുന്നവരെ എല്ലാ മേഖലയിലും കാണാൻ പറ്റും. അത് എഴുത്തു മേഖലയിലും കാണാം, ആധ്യാത്മിക മേഖലയിലും കാണാം. ഏതു മേഖലയിലും കർത്താവിനെ വിൽക്കുന്നൊരു കൂട്ടത്തെ കാണാം. കാരണം ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത, ക്രിസ്തുവിനെ പറ്റി എന്തു പറഞ്ഞാലും അത് വിജയിക്കും. അതുകൊണ്ട് കാശ്മീരി വന്നെന്ന് പറഞ്ഞ് ഒമ്പൊരു കഴമ്പുമില്ലാതെ എഴുതി വെച്ചിട്ടും 26 എഡീഷൻ അത് പബ്ലിഷ് ചെയ്തതിൻ്റെ പിൻപിലെ കാര്യം, ക്രിസ്തുവിൻ്റെ പേരിൽ എന്തു പറഞ്ഞാലും അത് വിജയിക്കും. അവിടെ കൊണ്ട് തീരുന്നില്ല. ക്രിസ്തുവിനെ പറ്റി അഭിപ്രായം പറയാത്തത്? ഇവിടെയുള്ള ഉരുക്കു നേതാക്കന്മാർ ഒത്തിരി പേർ അവിടുത്തെ പറ്റി അഭിപ്രായം പറഞ്ഞു. ഇവിടെയുള്ള വിപ്ലവ പാർട്ടികൾക്ക് പലതും അടിസ്ഥാന ഘടകമായ കാൾ മാർക്സിൻ്റെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധ പുസ്തകമായ ദാസ് ക്യാപിറ്റൽ എഴുതി വെച്ചപ്പോൾ പോലും അതിനകത്ത് ക്രിസ്തുവിൻ്റെ അധ്വാന വർഗത്തോടുള്ള സമീപനം പോലും അടർത്തിയെടുത്തുകൊണ്ട് ആ ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി ഇവിടെ നടത്തിയ ഏറ്റവും ആദർശമായ സമര പരമ്പരകൾക്കകത്ത് ക്രിസ്തുവിൻ്റെ ആദർശങ്ങൾ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മഹാരഥന്മാർ പറഞ്ഞത്, വേണമെങ്കിൽ ഞങ്ങൾ രക്തം കൊണ്ട പാതുകം കഴുകുമെന്ന പറഞ്ഞവരുണ്ട്. പക്ഷെ ഇവരുടെ പലരുടെയും തിരിച്ചറിവുകളിലേക്ക് പോയില്ല. അവർ പലരും ക്രിസ്തുവിനെ അറിഞ്ഞത് ആധ്യാത്മിക നേതാവായിട്ടും മതഗുരുവായിട്ടും താത്വിക ആചാര്യനായിട്ടും സാധുവർഗത്തിൻ്റെ ഉദ്ധാരകനായിട്ടും വിപ്ലവവാദിയായിട്ടും നവീകരണവാദിയായിട്ടും ഒക്കെ ക്രിസ്തുവിനെ അറിഞ്ഞപ്പം തിരിച്ചറിവിലേക്ക് വരുവാൻ അവരുടെ കണ്ണു തുറക്കാതിരുന്നപ്പോൾ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ ഭാഗ്യം, ജീവിതത്തിൻ്റെ ഏതൊക്കെയോ ഇടുക്കുവഴികൾക്കകത്ത് ഞങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു കരുത്തുറ്റ തിരിച്ചറിവുണ്ട്. അവിടുന്ന് കേവലം വിപ്ലവകാരിയല്ല, അവിടുന്ന് കേവലം സാമൂഹിക പരിഷ്കർത്താവല്ല, മറിച്ച് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രക്ഷകനെന്ന ആത്യന്തികമായ തിരിച്ചറിവ് ഞങ്ങളുടെ അകതാരിൽ സംഭവിച്ചത് ജീവിതത്തിന്റെ പരിവർത്തനമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉയർത്തി പറയുന്നത്, മനുഷ്യനെ രക്ഷിക്കുന്ന രക്ഷിതാവായ ക്രിസ്തു. ഇന്ന് രാത്രി അതുകൊണ്ട് ദേശത്ത് ഞങ്ങൾക്ക് വിളംബരം ചെയ്യാനുള്ളത് രക്ഷിക്കുന്ന ക്രിസ്തുവിനെ പറ്റിയാണ്. രക്ഷിക്കുന്ന ക്രിസ്തു. ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞത് രക്ഷിക്കുന്ന ക്രിസ്തുവിനെയാണ്. അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അടുത്തത് മൂന്നാമത്തെ കാര്യം, ആ വ്യക്തിക്ക് രക്ഷിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം. ഈ താഴെ ഒത്തിരി പേരെ കാണാം. ആ താഴെ ശതാധിപൻ യേശുവിൻ്റെ മരണത്തിന് സാക്ഷ്യം വഹിച്ചു നിൽക്കുന്ന, അതിന് മുൻഗണന ക്രമത്തിൽ കാര്യത്തിൽ ത്തിക്കൊണ്ടിരിക്കുന്ന 100 പേരുടെ അധിപനായ ശതാധിപൻ അതിൻ്റെ താഴെ നിൽപ്പുണ്ട്. ഇതിന് ഓർഡർ ഇട്ട മഹാപുരോഹിതന്മാർ പലരും അതിൻ്റെ ചുവട്ടിലുണ്ട്. ഇവരെ ആരെയും കണ്ടിട്ട് അവരെ നോക്കിയിട്ട് രക്ഷിക്കണമെന്ന് പറയാൻ തോന്നിയില്ല, മറിച്ച് ക്രിസ്തുവിനെ നോക്കിയിട്ട് ആ മനുഷ്യൻ വിളിച്ചു പറയുക, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെയും കൂടെ ഓർക്കണം എന്ന് പറഞ്ഞാൽ അവന് വന്ന തിരിച്ചറിവ്, ഇവിടുന്ന് കേവലം രക്ഷകൻ മാത്രമെന്നല്ല, രക്ഷിക്കാൻ അധികാരമുള്ളവൻ, പുറപ്പെടുവിക്കാൻ അധികാരമുള്ളവൻ, വിടുവിക്കാൻ കരുത്തുള്ളവൻ, എന്നെ ഉദ്ധരിക്കാൻ അധികാരമുള്ളവനാ ഈ ക്രൂശിലുള്ളത് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ അതുകൊണ്ട് അധരം തുറന്ന് രക്ഷിക്കണമേ എന്ന് വിളിച്ചത്. അപ്പോൾ ഒന്ന്, ആദ്യം അവനവനെ തിരിച്ചറിഞ്ഞു. 2, രക്ഷകനെ തിരിച്ചറിഞ്ഞു. 3, അവിടുത്തേക്ക് രക്ഷിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞു. എൻ്റെ പ്രിയരെ, ഈ രക്ഷിക്കാൻ കഴിയുന്നവർ അടുക്കലേ നമ്മൾ കൈ നീട്ടത്തുള്ളൂ. ഈ നമ്മുടെ നാടെല്ലാം ഈ 2010 വെള്ളപ്പൊക്കത്തിനകത്ത് വളരെ വളരെ പ്രതിസന്ധികൾ കടന്നുപോയൊരു നാടാണ്. ഈ നാടൊക്കെ വളരെ പ്രതിസന്ധിയിൽ പോയെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ നാടിന് വെള്ളം ഒരു പുത്തരിയൊന്നുമല്ല. പ്രത്യേകിച്ച് ഞാൻ പള്ളിപ്പാടുകാരനാണ്. പ്രിയ സാബുച്ചായൻ്റെ വൈഫിൻ്റെ വീട് പള്ളിപ്പാടാണ്. അതുകൊണ്ട് തന്നെ ഈ പള്ളിപ്പാട്ടുകാർക്ക് വെള്ളം ഒരു പുത്തരിയൊന്നുമല്ല, വെള്ളം ഒരു പുത്തരിയേ അല്ല. കാരണം എപ്പോഴും അവിടെ വെള്ളമുണ്ട്. പ്രത്യേകിച്ച് പള്ളിപ്പാട്ടു നിന്നൊക്കെ കല്ലിട്ടു വന്നു. ഈ സാധാരണ മറ്റുള്ളവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ കെട്ടിച്ചു വിടല്ലേ, മൊത്തം വെള്ളക്കുഴിയാണ്. 2018 വെള്ളം പൊങ്ങിയപ്പോഴാണ് ശരിക്കും വെള്ളക്കുഴി ഏതാണെന്ന് മനസ്സിലായി. ശരിക്കും വെള്ളക്കുഴി. കാരണം ഈ ചെങ്ങന്നൂരും ആറാട്ടൂരും
പാണ്ടനാടും റാന്നിയിലുമൊക്കെ പൊങ്ങിയ വെള്ളത്തിൻ്റെ ഒരു പൊക്കമുണ്ട് എന്ന് പറഞ്ഞാൽ 1-ാം നില കഴിഞ്ഞ് 2-ാം നിലയ്ക്ക് വരെ വെള്ളം കയറിയ ഒരു സമയമുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ശരിക്കും വെള്ളക്കുഴി ഏതാന്ന്. കുട്ടനാട്ടിൽ എത്ര പൊങ്ങിയാലും ആ പൊങ്ങുന്നതിനൊരു പരിമിതിയുണ്ട്. ആ പരിധിക്കപ്പുറത്തോട്ട് എന്ത് ചെയ്യത്തില്ല, ആ വെള്ളം പൊങ്ങത്തില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു സമയം കൂടെ കിട്ടും. പക്ഷെ റാന്നി കയറിയത് ഒറ്റ രാത്രി തീരുന്നതിന് മുമ്പേ വെള്ളം മുഴുവൻ കയറി. ഓടാൻ പോലും എന്ത് കിട്ടിയില്ല, സമയം കിട്ടിയില്ല. അന്ന് ശരിക്കും വെള്ളക്കുഴി ഏതാണെന്ന് മനസ്സിലാക്കിയത്. വെള്ളക്കുഴി ഞാൻ പറഞ്ഞതിന് ഗൗരവമായ ഭാഗത്തേക്ക് വരാം. അന്ന് ഈ ചെങ്ങന്നൂരും പാണ്ടനാടും ആറാട്ടുപുഴയിലും ഒക്കെ നടന്ന ചില സംഭവങ്ങൾ പറയാം. ഇവർ പലരും 1-ാം നിലയിൽ വെള്ളം കയറിയപ്പോൾ മിക്കവരും 2-ാം നിലയുടെ പുറത്താണ്. ശരിക്കും ഞാൻ പറയും അയലത്തുകാർ തമ്മി കരുത്ത 3 ദിവസമാണ്. കാരണം ഇവർ പെട്ട് 3 പേരും അതിൻ്റെ മുകളിലാണ്. ഇവർ തമ്മി നന്നായിട്ട് കാണുന്നുണ്ട്, ഇപ്പുറത്തും കാണുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടും കാണുന്നുണ്ട്. പക്ഷെ 2 പേര് തമ്മിൽ ശരിക്കും കണ്ടു എന്നെങ്കിലും ഇവർ തമ്മിൽ എന്ത് ചോദിച്ചില്ല, രക്ഷിക്കണമെന്ന് പറഞ്ഞില്ല. കാരണം അവിടുത്തെ അച്ചായൻ രക്ഷപ്പെടാൻ പറ്റുമായിരുന്നെങ്കിൽ പുള്ളി ആദ്യം രക്ഷപ്പെട്ടേനെ. പക്ഷെ പുള്ളിയും കഴിയാതെ അതിൻ്റെ മുകളിൽ പെട്ടു നിൽക്കുക. അതിന് മുമ്പിൽ രക്ഷിക്കാൻ കഴിയാതെ പെട്ടു നിൽക്കുക. ഇവർ 2 പേരും 3 ദിവസം കണ്ടു നിന്നവരുണ്ട്. നേരിട്ട് കണ്ട സംഭവം പറയാം. ഒരു കവറിനകത്തൊരച്ചായൻ 1000-ൻ്റെയും 500 രൂപയുടെയും നോട്ടൊക്കെ വെച്ചിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, മോനെ ഇതെൻ്റെ കയ്യിലുണ്ട്, പക്ഷെ കഴിച്ചിട്ട് 3 ദിവസമായിരുന്നു എന്ന് പറഞ്ഞാൽ കവറിനകത്ത് പൈസ ഉണ്ടെങ്കിലും കഴിക്കാനില്ലാത്ത സമയം ആ ദിവസങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പരിമിതിയുടെ ദിവസങ്ങൾ. പക്ഷേ ഇവർ തമ്മി പറഞ്ഞില്ല രക്ഷിക്കണമെന്ന്. കാരണം 2 പേരും തുല്യ ദുഃഖിതരാ, 2 പേരും തുല്യ മണിക്കൂറില്ല, ഒരുപോലെ അവർ ബുദ്ധിമുട്ട് നിൽക്കുക. പക്ഷെ 2 പേരും രക്ഷിക്കണോ ഒരു കൂട്ടരുണ്ട്. ഇവർ 2 പേരും നോക്കിയപ്പം അങ്ങ് തിരുവനന്തപുരത്തുനിന്നും കൊല്ലത്തുനിന്നുമൊക്കെ മത്സ്യബന്ധന ബോട്ടും എടുത്തുകൊണ്ട് ഒരു കൂട്ടം ആ നാട്ടിലേക്ക് വന്നു. ശരിക്കും എപ്പോഴും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ സല്യൂട്ട് അടിക്കുന്ന ഒരു സമൂഹമാണ് ഈ സമൂഹം. അവരാ നാട്ടിലേക്ക് വന്നു. അവരാ നാട്ടിൽ വന്നതിൻ്റെ ഗുണം അവർ പടവെട്ടിയിട്ടുള്ളത് പ്രളയജലത്തോടല്ല, സമുദ്രത്തിൻ്റെ തിരമാലകളോട് പടവെട്ടിയവർ പ്രളയജലത്തിനകത്ത് അവരുടെ ബോട്ടുമായിട്ട് ഇറങ്ങി വന്നപ്പോൾ ഈ 2 കൂട്ടരും അവരെ കണ്ട് കൈയടിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെയും കൂടെ രക്ഷിക്കണം. ഞങ്ങളെയും കൂടെ അലറാൻ തുടങ്ങി, കൂകി വിളിക്കാൻ തുടങ്ങി, അഭ്യർത്ഥിക്കാൻ തുടങ്ങി. കാരണം എന്താ, അവർക്കറിയാം അപ്പുറത്തു നിൽക്കുന്ന ആളിനെ രക്ഷിക്കാൻ കഴിയത്തില്ല, പക്ഷെ ഈ വരുന്നവർക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും. രക്ഷിക്കാൻ കഴിയാതെ പെട്ടു നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ നോക്കിയിട്ട് രക്ഷിക്കാൻ പറഞ്ഞ അവർക്ക് കഴിയത്തില്ല. എന്നാൽ രക്ഷിക്കാൻ കഴിയുന്ന അധികാരമുള്ളവന്റെ സന്ദേശം നമ്മുടെ തൊട്ടടുത്ത് വരുമ്പോൾ ഇന്ന് രാത്രി ചാടിക്കേറാൻ മനസ്സുണ്ടെങ്കിൽ രക്ഷിക്കാൻ കഴിയുന്നവന്റെ അത്ഭുതകരമായ ഇടപെടലിന്റെ ശബ്ദം ഇന്ന് രാത്രിയും അത് നമ്മെ സ്പർശിക്കുന്നതാ. രക്ഷിക്കാൻ കഴിയുന്ന യേശുവിൻ്റെ ശബ്ദം. അവിടെ ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞത് ഇവന് രക്ഷിക്കാൻ കഴിയുമെന്നാ. അവിടുന്ന് കൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെയും കൂടെ ഓർക്കണം. ക്രിസ്തുവിനെ നോക്കിയിട്ട് വിളിച്ചൊരു പദമുണ്ട്, നീ രാജാവാണ്. ശരിക്കും ഈ വിളിക്കേണ്ടത് അവനല്ല, ഈ വിളിക്കേണ്ടത് യഹൂദനാ. എന്ന് പറഞ്ഞാൽ യേശുവിനെ മരിക്കാൻ ഏൽപ്പിച്ച് കൊടുത്തവർ വിളിക്കേണ്ട വിളിയാ, നീ കിങ്ങാണെന്ന്, രാജാവാണെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഈ വിളിക്കേണ്ടത് യഹൂദന്മാരാ. പക്ഷെ യഹൂദന്മാർ വിളിച്ചൊരു കാര്യം, നിന്റെ മേൽ ഭൂതമുണ്ടെന്നാ. നീ ബേൽസബൂലിനെ കൊണ്ട ഭൂതങ്ങളെ പുറത്താക്കുന്നത്, നിന്റെ മേൽ ഭൂതമുണ്ടെന്ന് വിളിച്ചു, നിനക്ക് ഭ്രാന്താണെന്ന് വിളിച്ചു, നീ തച്ചൻ്റെ മകനാണെന്ന് വിളിച്ചു. ഒരിക്കലും വിളിച്ചില്ല നീ രാജാവാണെന്ന് അവരാരും പറഞ്ഞില്ല. അവസാനത്തെ ഒരു അവസരം അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഈ പീലാത്തോസ് ആ പ്രിട്ടോറിയത്തിൻ്റെ ഇടത്തുവശത്ത് അവനെ നിർത്തി അടിച്ച് തകർത്തു കഴിഞ്ഞതിനപ്പുറത്ത് ഒരു മേലങ്കി അവൻ്റെ മേലിട്ട് അവിടെ നിർത്തിയിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ രാജാവിനെ ഞാൻ എന്തു ചെയ്യണം? അവസാനത്തെ ഒരു അവസരമായിരുന്നു. വേണമെങ്കിൽ അവർക്ക് വിളിച്ചു പറയാം, അവനെ ഞങ്ങൾക്ക് വേണമെന്ന് അവിടെ വിളിച്ചു പറഞ്ഞ് രാജാവ് എന്ന് വിളിക്കാം. പക്ഷെ അവർ ഒന്നിച്ച് ഒരേ ശബ്ദത്തോടെ ബ്രൈബ് വാങ്ങിച്ചവർ മുഴുവൻ അവിടെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, അവനെ ക്രൂശിക്ക, അവിടുന്ന് ഞങ്ങളുടെ രാജാവല്ല. അപ്പൊ യഹൂദന്മാർ പറഞ്ഞു, അവിടുന്ന് ഞങ്ങളുടെ രാജാവല്ല. മഹാപുരോഹിതൻ പറഞ്ഞു, അവിടുന്ന് ഞങ്ങളുടെ രാജാവല്ല. യേശു ഞങ്ങളുടെ രാജാവല്ല. അപ്പൊ രാജാവെന്ന് പറയേണ്ടവർ പറഞ്ഞു, അവിടുന്ന് ഞങ്ങളുടെ രാജാവല്ല. എന്ന വൈജ്ഞാനിക സമൂഹം എന്തു പറഞ്ഞു? അവർ പറഞ്ഞു, ഈ ക്രൂശ് ഞങ്ങളുടെ ഭോഷത്വമാ. ഗ്രീക്ക് തത്വജ്ഞാനങ്ങൾ, ഗ്രീക്ക് ഇതിഹാസ ചരിത്രങ്ങൾ, സൂപ്പർ ഹീറോസിന്റെ സംഭവങ്ങൾ, ഇതൊക്കെ മാത്രം കേട്ടിട്ടുള്ളവർ ക്രിസ്തുവിനെ നോക്കിയപ്പോൾ കൈകാലിന്മേൽ ആണികൾ തറയ്ക്കപ്പെട്ട് ഒരുത്തനെ ക്രൂശിക്കിടക്കുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഭോഷത്വമാണ്, ഇത് ഞങ്ങൾക്ക് ഭോഷത്വമാ. അപ്പൊ വൈജ്ഞാനിക സമൂഹത്തിന് ക്രൂശ് ഒരു ഭോഷത്വമായിട്ട് നിൽക്കുക. ആ താഴെക്കുടപ്പ്
ഈ ക്രൂശിൽ കിടക്കുമ്പോൾ അതിൻ്റെ വഴി പോകുന്നവർ ഈ എന്ത് പറഞ്ഞു? അവർ കൈകൊട്ടി പരിഹസിച്ചതായിട്ട് അവിടെ എഴുതി വെക്കുന്നത്. ഈ കൂടെ 12 പേരുള്ളേ, ഇവരെന്തിയെ? ഇവർ പറഞ്ഞോ രാജാവെന്ന്? ഇല്ല, ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും അവസാന നിമിഷവും യേശു അക്ഷരിക രാജാവാകുമെന്ന് പറഞ്ഞ് നടന്നവരാ ഈ 12 പേർ. അവരും പറഞ്ഞില്ല യേശു രാജാവാകുമെന്ന്. അവിടെയാണ് ഈ മനുഷ്യൻ കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും കൂടെ ഓർക്കണം. പറയേണ്ട യഹൂദൻ പറഞ്ഞില്ല, വൈജ്ഞാനിക ലോകം പറഞ്ഞില്ല, കൂടെ നടന്നവർ പറഞ്ഞില്ല. പക്ഷേ ഒരായുസ് മുഴുവൻ ദുഷ്പ്രവൃത്തി ചെയ്തവൻ പറയുന്ന പറച്ചിൽ നീ രാജാവാണെന്ന്. അടുത്തൊരു ചോദ്യം, എൻ്റെ പ്രിയരെ, ഈ മനുഷ്യനെ കണ്ട ആരാ രാജാവെന്ന് പറയുന്നേ? ഈ മനുഷ്യനെ കണ്ട ആരാ രാജാവെന്ന് പറയുന്നത്? അതിന് യെശയ്യാ പ്രാവചനികമായി പറയുന്നൊരു വാക്കുണ്ട്. അവന് കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, രൂപഗുണമില്ല, കണ്ടാൽ സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാ ത്യജിക്കപ്പെട്ടും ദണ്ഡിക്കപ്പെട്ടുമിരുന്നു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവിടുന്ന് വിരൂപനായിരുന്നു. അവിടുത്തെ തകർത്തു പിതാവിന് ഇഷ്ടം തോന്നി. െങ്കിൽ അങ്ങനെ തകർന്നു കിടക്കുന്ന ഫ്ലാഗ്രം ഉപയോഗിച്ച് ദേഹം മുഴുവൻ അടിച്ചു തകർക്കപ്പെട്ടപ്പോൾ മാംസം മുഴുവൻ ഇരുന്ന് പുറത്തു വന്ന് അസ്ഥികളൊക്കെ കാണത്തക്ക നിലവാരങ്ങളിൽ ഉദരം പോലും പിളർന്നു നിന്ന് തലയിൽ അടിച്ചിറക്കിയ മുൾക്കിരീടത്തിലൂടെ രക്തം ഊറി വരുന്ന മാംസങ്ങളൊക്കെ ഇറുകി വെളിയിൽ കിടക്കുന്ന അങ്ങനെ ഒരു ശരീരത്തെ കണ്ട ആർക്ക രാജാവെന്ന് പറയാൻ കഴിയുന്നത്? ഒറ്റ മനുഷ്യനും പറഞ്ഞില്ല അവിടുന്ന് രാജാവെന്ന്. എന്നാൽ ഇവിടെ ഒറ്റയാളും രാജാവെന്ന് പറയാതിരുന്നപ്പോൾ ഒരായുസ് മുഴുവൻ ദുഷ്പ്രവൃത്തി ചെയ്തവൻ യേശുവിനെ നോക്കി രാജാവെന്ന് പറയണമെങ്കിൽ അവന്റെ മേൽ പൊതിഞ്ഞ ദൈവത്തിന്റെ കൃപയുടെ വലിപ്പം എത്ര വലുതാ! ഒരായുസ് മുഴുവൻ അവൻ എങ്ങനെ ചലിച്ചു എന്നതല്ല, ഏറ്റവും അവസാനത്തെ മണിക്കൂറിൽ യേശുവിനെ നോക്കി നീ രാജാവെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവന്റെ അകത്ത് പകരപ്പെട്ട ദൈവത്തിന്റെ കൃപയുടെ വലിപ്പം അത്ര ഗൗരവകരമാ. അപ്പോൾ ഒരു ചോദ്യം വരും, ആ തലയ്ക്ക് മുകളിൽ എഴുതി വെച്ചിട്ടില്ലയോ പിന്നങ്ങ് രാജാവെന്ന് പറഞ്ഞുകൂടെയെന്ന്? ആ തലയ്ക്ക് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈസുർ നാസറായൻ റെക്സ് സോളിയം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് അങ്ങ് രാജാവെന്ന് പറഞ്ഞപ്പോരെ INRI. ഈ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ബേക്കറി ചെന്നപ്പോൾ ഞാൻ വട്ടയപ്പം കണ്ടു. വട്ടയപ്പത്തിൻ്റെ നെഞ്ചത്ത് എഴുതി വെച്ചേക്കുന്ന INRI. പക്ഷേ അപ്പത്തിൻ്റെ പേരങ്ങനല്ല, ഇൻട്രിയപ്പം. ഈ ഇൻട്രി എവിടുന്നാണ് വന്നതെന്നറിയോ? ഇതാ ഈ ക്രൂശിൽ കിടക്കുന്ന INRI ചേർത്ത് എഴുതിയിട്ട് ആ അപ്പത്തിനിട്ട പേരാണ് ഇൻട്രിയപ്പം എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഒറ്റക്കാര്യം, അത് കണ്ടിട്ടിവൻ രാജാവെന്ന് വിളിച്ചെന്നിരിക്കട്ടെ, ഇത് കണ്ടത് ഇവൻ മാത്രമല്ലല്ലോ. ആ താഴെ നിൽക്കുന്ന മുഴുവൻ പേരും ഈ എഴുത്ത് കണ്ടതല്ലേ? വഴി പോകുന്നവർ മുഴുവൻ ഈ എഴുത്ത് കണ്ടതല്ലേ? യേശുവിൻ്റെ കൂടെ നടക്കുന്നവർ പലരും അതിൻ്റെ ചുവട്ടിൽ നിന്നവർ ഈ എഴുത്ത് കണ്ടതല്ലേ? അപ്പുറത്തു കിടക്കുന്ന കള്ളനും ഈ എഴുത്ത് കണ്ടതല്ലേ? ശതാധിപൻ ഇത് കണ്ടതല്ലേ? ഇവർക്കാർക്കും വിളിക്കാൻ കഴിയാത്തത് ഇവൻ വിളിച്ചെങ്കിൽ അവന്റെ മേൽ പൊതിയപ്പെട്ട ദൈവത്തിന്റെ കൃപ അത്ര ഗൗരവമായത്. ഇന്ന് രാത്രി അർഹതയോ യോഗ്യതയോ കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഇവിടെ വരുവാൻ യോഗ്യതയില്ലാത്ത നമ്മുടെ ചരിത്രങ്ങളെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ നാൽക്കവലയിൽ ഈ സന്ദേശം നമ്മളെ തേടി വന്നെങ്കിൽ നമ്മുടെ മേൽ പൊതിയപ്പെട്ട ആ ദൈവത്തിന്റെ കൃപയുടെ വലിപ്പ് അത്ര ഗൗരവകരമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ഈ പന്തലിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർ മാത്രം ദൈവത്തിന് ധൈര്യത്തോടെ നന്ദി പറഞ്ഞിട്ട് പറ, എൻ്റെ മേൽ പൊതിയപ്പെട്ട ആ ദൈവത്തിന്റെ കൃപ, ആശ്ചര്യ കൃപ അത്ര ശ്രേഷ്ഠമാണ്. ആ മനുഷ്യനമ്മൽ പൊതിയപ്പെട്ട ദൈവത്തിൻ്റെ കൃപയാത്ര ശ്രേഷ്ഠകരമാ. അവിടുന്ന് വിളിക്കുന്ന വിളി, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം. എനിക്കതിനകത്ത് മനസ്സിലായ ഒരു ഗൗരവകരമായ സന്ദേശമുണ്ട്. ആ മനുഷ്യൻ ഒന്ന് തിരിച്ചറിഞ്ഞ അടുത്തൊരു ഭാഗം, ഇപ്പോഴില്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ലെന്ന് തിരിച്ചറിഞ്ഞു. ഇപ്പോഴില്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല. കാരണം ഈ മനുഷ്യനെ സംബന്ധിച്ച് ഇതൊരവസാനത്തെ അവസരമാണ്. കാൽവറിയുടെ ചുവട്ടില അവിടെ അവരോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. അവിടുത്തെ ഒറ്റ വാക്കിന് മുമ്പ് ചരിത്രം മാറിയെങ്കിൽ ഇന്ന് രാത്രി ആ വചനത്തെ ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഒറ്റ വാക്കുകൊണ്ട് ചരിത്രത്തെ മാറ്റാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രിയും ഇതിനകത്ത് എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഒരായുസിൻ്റെ ശാപം പേര് ജീവിക്കുന്ന, ഒരായുസിൻ്റെ തിന്മ പേര് ജീവിക്കുന്ന, വല്ലാത്ത മനസാക്ഷി കുത്തു പേര് ജീവിക്കുന്ന, തിന്മയുടെയും നിരാശയുടെയും കൂടപ്പിറപ്പായി വല്ലാത്ത അന്ധകാരം മൂടി നിൽക്കുന്ന ഹൃദയങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രി പല വാക്കു വേണ്ട,
ഒറ്റ വാക്കുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ തിരുത്തി എഴുതാൻ കഴിയുന്ന, ചരിത്രം തിരുത്താൻ കഴിയുന്ന യേശുവിൻ്റെ അത്ഭുത കരമുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അന്ന് ആ ക്രൂശിൽ വ്യാപരിച്ച അത്ഭുതത്തിൻ്റെ കരം ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ആദരം തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ചരിത്രം മാറ്റുന്ന യേശുവിൻ്റെ കരം ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. ചരിത്രം മാറ്റുന്ന യേശുവിൻ്റെ കരം. ജീസസ്. ചരിത്രം മാറ്റുന്ന ക്രിസ്തു. ഈ രാത്രി ആ ഭാഗത്ത് എനിക്ക് ഗൗരവമായി പറയാൻ ഏറ്റവും ഗൗരവമായിട്ടുള്ള സന്ദേശം ഞാൻ പറയാം. ഈ ചരിത്രം മാറിയത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. എവിടാ ഞങ്ങളുടെ ചരിത്രം മാറിയത്? അതുകൂടെ പറയാം. ക്രൂശ് മുഖാന്തരം ഞങ്ങൾക്ക് എഴുതപ്പെട്ട പുത്തൻ ചരിത്രം പറയാം. മുമ്പേ ദൂരസ്ഥരായിരുന്ന ഞങ്ങളെ ഇന്ന് സമീപസ്ഥരാക്കി തീർത്തു. മുമ്പേ അനാഥത്വം പേറിയിരുന്ന ഞങ്ങൾ ഇന്ന് സനാഥത്വം അനുഭവിക്കുന്നു. മുമ്പേ തിന്മയുടെ കൂടപ്പിറപ്പുകളായിരുന്ന ഞങ്ങൾ ഇന്ന് സ്വർഗത്തിൽ ക്രിസ്തുവിൻ്റെ എല്ലാ അനുഭവങ്ങളും അനുഭവിച്ച് ആത്മീക പദവി ഞങ്ങൾ സ്വർഗത്തിലിരിക്കുന്നു. മുൻപേ ഈ ലോകത്തും പാപവും പിശാചും നിയന്ത്രിച്ച ജന്മങ്ങൾ ഇന്ന് സ്വർഗീയ പദവികൾ അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളും അനുഭവിച്ച് ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നു. ഈ ചരിത്രം മാറിയത് എവിടെ നിന്നറിയുമോ? ആ കാൽവറി മുഖാന്തരമാ ചരിത്രം മാറിയത്. അതിൻ്റെ ചുവട്ടിൽ ചെന്ന് ഞങ്ങൾ കൊടുത്തത് ഞങ്ങളുടെ പാപമാ. പക്ഷെ ഞങ്ങൾക്ക് ലഭിച്ചത്, ഞങ്ങൾക്ക് വേണ്ടി മരിക്കപ്പെട്ട യേശു ക്രിസ്തു മുഖാന്തരം ലഭിക്കപ്പെട്ട ദൈവനീതി അകത്ത് ലഭിച്ചെങ്കിൽ അങ്ങനെ ചരിത്രം മാറിയവർ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർ ദൈവത്തിന് നന്ദി കൊടുത്തിട്ട് പറയണം, ആ കാൽവറി ക്രൂശ് മുഖാന്തരം എൻ്റെ ചരിത്രം മാറ്റിയ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു കേവലം താൽക്കാലികത മാത്രം ചെയ്യുന്ന ക്രിസ്തു അല്ല. എല്ലാം തികഞ്ഞ് എല്ലാത്തിലും ആ പൂർണ്ണത ഉണ്ടായിട്ടൊന്നുമല്ല ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നത്. രോഗമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രതിസന്ധിയുണ്ട്, സങ്കടമുണ്ട്, പരിധികളുണ്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് ഞങ്ങളുടെ അകത്ത് ലഭിക്കപ്പെട്ട സ്വർഗീയ പദവിയെപ്പറ്റിയുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഇന്ന് രാത്രി ഇത് വിളംബരം ചെയ്യുന്നേ. ആ വിളംബരവും ആ ബോധ്യവും ലഭിക്കുന്നത് ഈ മൺമയമായതിൽ നിന്ന് വിൺമയമായതിലേക്ക് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുപോയ യേശുവിൻ്റെ അത്ഭുത വ്യാപാര ശക്തി നാളെയുടെ നീളകളിൽ ആ കാഹളം ധ്വനിക്കുമ്പോൾ ഞങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നുള്ള ഉറപ്പ് പ്രത്യാശയോടെ ചലിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഇത് ചരിത്രം മാറിക്കൊണ്ടാണ് സംഭവിച്ചത്. ഇന്നലകളിൽ നിരാശ മൂടിയ ജന്മങ്ങളെ, ജീവിതങ്ങളെ ഇന്ന് ധന്യമാക്കി തീർത്തത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ. അവിടുത്തെ ഒറ്റ വാക്കിന് ഇന്ന് രാത്രി ചരിത്രം മാറ്റാൻ അധികാരമുണ്ട്. നിങ്ങളായിരിക്കുന്ന മേഖല ഏതാകട്ടെ, നിങ്ങളായിരിക്കുന്ന സാഹചര്യം ഏതാകട്ടെ, എൻ്റെ യേശുവിന് ചരിത്രം മാറ്റാൻ കഴിയും. എൻ്റെ യേശുവിന് ചരിത്രം മാറ്റാൻ കഴിയും. തകർക്കപ്പെട്ട മേടുകൾക്കകത്ത് പുത്തൻ ചരിത്രം എഴുതാൻ കഴിയും. അസ്തമിച്ചത് നിങ്ങൾ ആ ഫുൾ സ്റ്റോപ്പ് ഇട്ട് തീർത്തതിനകത്ത് കോമയിട്ട് അതിനപ്പുറത്ത് പുതിയ ചരിത്രം എഴുതി ജീവിതത്തെ തിരിച്ചു പറിക്കാൻ ക്രിസ്തുവിന് കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ അവിടുത്തെ പാദപീഠത്തിൽ വന്ന് ആഴത്തിൽ സമർപ്പിക്കാൻ തയ്യാറായാൽ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം മാറ്റുന്ന കരം. അവിടുന്ന് ഇടപെടാത്ത മേഖല ഏതാ? ഞാൻ പറഞ്ഞു, നമ്മുടെ പാപത്തിൻ്റെ മേഖലകളെ ക്രിസ്തു ഇടപെട്ട് നമുക്കതിനകത്തുനിന്ന് പൂർണ്ണ മോചനം തന്ന് സ്വർഗത്തോട് നമ്മെ അടുപ്പിച്ചു. അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഏത് മേഖലയാണ് ക്രിസ്തു തൊടാത്തത്? പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ ഒറ്റ വാക്കുകൊണ്ട് അതിനെ അമർച്ച ചെയ്തിട്ടുണ്ട്. അതിന്മേൽ അധികാരവും ജയവും കൊണ്ടാടിയിട്ടുണ്ട്. അടങ്ങുകയെന്ന ഒറ്റ വാക്കിനകത്ത് പ്രകൃതി തൻ്റെ മുമ്പിൽ അനുസരിച്ച് നിന്നിട്ടുണ്ട്. അടുത്തത്, മരണം വന്നൊരു കുടുംബത്തിനകത്ത് യേശുവിൻ്റെ ഒറ്റ വാക്കുകൊണ്ട് ജീവൻ്റെ പുനരി ആ കുടുംബത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. നയീൻ പട്ടണത്തിനകത്തൊരു വിധവയുണ്ട്. നയീൻ പട്ടണത്തിലൊരു വിധവ എന്ന പേരിൽ തന്നെ അറിയാം. ആ മരണം ഒന്നാമത് വീട്ടിനകത്ത് വന്നത് അവരുടെ ഭർത്താവിനെയും കൊണ്ട് പോയത്. എന്നാൽ ഈ കുഞ്ഞിനെന്താ എത്ര പ്രായമുണ്ടെന്നൊന്നും അറിയത്തില്ല. ഒക്കത്തിരിക്കുന്ന ഒരു കുഞ്ഞെന്ന് ഞാനങ്ങ് സങ്കല്പിക്കുക. ഈ കുഞ്ഞിനെ ഒക്കത്തെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അമ്മ അതിൻ്റെ പുറം തട്ടി താലോലിച്ചു കൊണ്ട് പറയുന്നൊരു പദം കാണും, ഇവൻ പഠിക്കും, ഇവൻ വളരും, ഇവൻ മൂലം എൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം മാറും, എൻ്റെ കുടുംബത്തിൻ്റെ ഗതി മാറും. ആ കുഞ്ഞിനെ പറ്റി ഒത്തിരി പ്രതീക്ഷയുടെ സ്വപ്നങ്ങളുമായിട്ട് വളർത്തിക്കൊണ്ടുവന്നു. പൊടുതിനവെ ഒറ്റ ദിവസം കണ്ടത് തൻ്റെ മുമ്പിൽ മരിച്ചു വീഴുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വാർത്തയാ. ആർത്തലച്ച് കരയാനല്ലാതെ അമ്മയ്ക്കൊന്നും കഴിഞ്ഞില്ല. ആർത്തലച്ച് കരഞ്ഞുകൊണ്ട് അവൾക്ക് വേണ്ടി പറയാൻ, റെക്കമെൻഡ് ചെയ്യാൻ അവിടെ ആരുമില്ല.
പള്ളി പ്രമാണിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ, ശതാധിപന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ അവിടെയുള്ള പള്ളിക്കാരുണ്ടായിരുന്നു. കാരണം അവൻ പള്ളി വെച്ച് കൊടുത്തവന്, പള്ളി വെച്ച് കൊടുത്തവന് വേണ്ടി പറയാൻ പള്ളിക്കാർ കാണും. എന്നാൽ വിധവയ്ക്ക് വേണ്ടി പറയാൻ ഒറ്റയാളുമില്ല. അവസാനം ആ മൂർദാബിൽ ഒരു ചുംബനവും കൊടുത്ത് ആ കൊച്ചിനെ എടുത്ത് മഞ്ചത്തിൻ്റെ പുറത്ത് വെച്ച് പട്ടണത്തിൻ്റെ പുറത്ത് കുടിച്ചിരിക്കുന്ന കുടിയിലേക്ക് അവനെ കൊണ്ടുപോകുന്ന വഴിയിൽ ആ പട്ടണത്തിൽ നിന്ന് വിഷയം പുറത്തു പോകുന്നതിന് മുമ്പ് ഒരുവൻ പട്ടണത്തിനകത്തേക്ക് വരുന്നുണ്ട്. മരണതുല്യമായ വിഷയം പട്ടണത്തിന് വെളിയിൽ പോകുന്നതിന് മുമ്പ് ജീവന്റെ ഉറവിടമായവൻ പട്ടണത്തിനകത്തേക്ക് വരിക. ആർത്തലച്ച് കരയുന്ന അമ്മയും കൂടപ്പിറപ്പുകളുടെയും യാത്രകൾ അതിൻ്റെ പുറകിൽ വരുമ്പോൾ അതാ അവിടെ വരുന്നത് വിടുതൽ പ്രാപിച്ചവരുടെ സ്തോത്രധ്വനിയുള്ള ഒരു യാത്രയുമായി അവർ ഒരുമിച്ച് കൂട്ടിമുട്ടുക. വിലാപയാത്രയും ഘോഷയാത്രയും തമ്മിൽ കൂട്ടിമുട്ടുക. അമ്മയുടെ ഏകജാതൻ മരിച്ചു മഞ്ചത്തിൽ കിടക്കുന്നവനായി പുറത്തേക്ക് പോകുമ്പോൾ അകത്തു വരുന്നത് ദൈവത്തിൻ്റെ ഏകജാതന. ജീവൻ കൊടുക്കുന്നവൻ, ജീവൻ കൊടുക്കാൻ അധികാരമുള്ളവനുമായി ഒരു യാത്ര സമാഗമിച്ചപ്പോൾ അവിടെ ഉയർന്നത് ഒരൊറ്റ വാക്കുമാത്രമാ. യൗവനക്കാര എഴുന്നേൽക്ക എന്ന ഒറ്റ വാക്കിനകത്ത് മരിച്ചവൻ അവിടെ ജീവിച്ചെഴുന്നേറ്റ് എന്തിനെ ചൊല്ലി കരഞ്ഞോ അതിനെ ഓർത്ത് സന്തോഷിക്കത്തക്ക നിലവാരങ്ങളിൽ പുത്തൻ ചരിത്രം എഴുതി ചേർക്കാൻ യേശു ക്രിസ്തുവിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രിയും ഇവിടെ വ്യാപരിക്കുന്നത് അത് യേശുവിൻ്റെ ശക്തിയാ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രിയും ആ ശക്തിയുടെ അത്ഭുതകരമായ വ്യാപാരം ഈ പന്തലിനകത്ത് വ്യാപരിക്കുന്നുണ്ട്, ഈ ദേശത്തിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഒറ്റ വാക്കുകൊണ്ട് പാപശക്തികളുടെ മേൽ ജയം കൊണ്ടാടുവാൻ, ഒറ്റ വാക്കുകൊണ്ട് മരണത്തിന്മേൽ ജയം കൊണ്ടാടുവാൻ, ഒറ്റ വാക്കുകൊണ്ട് ഇരുട്ടിന്റെ മേഖലയുടെ മേൽ ജയം കൊണ്ടാടുവാൻ, ഒറ്റ വാക്കുകൊണ്ട് രോഗശക്തിയുടെ മേൽ പുതിയ ചരിത്രം എഴുതാൻ കഴിയുന്ന യേശുവിൻ്റെ അത്ഭുത ഇടപെടലുകൾ ഇന്ന് രാത്രി ഇതിനകത്ത് അനുഭവിക്കുന്നവർ ഈ പന്തലിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർ മാത്രം അല്പ നിമിഷങ്ങൾ സ്തോത്രത്തോടെ കർത്താവിന് മഹത്വം കൊടുത്ത് തുടങ്ങട്ടെ. ഇന്ന് രാത്രി സ്പർശിക്കാൻ കഴിയുന്ന യേശുവിൻ്റെ അത്ഭുത സ്പർശനത്തിന്റെ കര ഈ ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കുക. വിശ്വസിക്കുന്നവർ ചേർന്ന് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്ത് തുടങ്ങട്ടെ. ചരിത്രം മാറ്റുന്ന യേശുവിൻ്റെ അത്ഭുത കരത്തിന്റെ വ്യാപാരം, ചരിത്രം മാറ്റുന്ന യേശുവിൻ്റെ അത്ഭുത കരത്തിന്റെ വ്യാപാരം. അല്പനിമിഷങ്ങളെ കാരങ്ങൾ അടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങട്ടെ. ഈ രാത്രിയിൽ യേശുവിൻ്റെ അധികാരത്തിന്റെ കാരത്തിന്റെ ചലനം, ചരിത്രം മാറ്റുന്ന യേശുവിൻ്റെ കാരത്തിന്റെ ചലനം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുക. വിശ്വസിക്കുന്ന ശരീരങ്ങളുടെ മേൽ ഈ രാത്രി വിടുതലായി, വിശ്വസിക്കുന്നവരുടെ മനസ്സുകളുടെ മേൽ രൂപാന്തരമായി യേശുവിൻ്റെ കാരം ചലിക്കുന്നു. ഇന്ന് രാത്രി ചരിത്രം മാറ്റാൻ കഴിയുന്ന ക്രിസ്തു. ഞാൻ പറഞ്ഞവസാനിക്കുമ്പോൾ ഈ ക്രൂശിൻ്റെ ചരിത്രത്തെ പലരും ഒരു അവസരമായി ഒഴിവുകഴിവായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ മനുഷ്യൻ ക്രൂശിൽ കിടന്നിട്ടും അവനങ്ങ് പർദീസെ പോയില്ലേ, എന്നാൽ പിന്നെ ഞങ്ങളും ഇവിടെ പോവും, ഞങ്ങളും പർദീസെ പോവും. പക്ഷേ റിയലായിട്ട് ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് അനുരൂപപ്പെട്ടൊരു ജീവിതമാണ് ആ മനുഷ്യൻ്റെ ജീവിതം. എന്നാൽ ഇന്ന് ഈ ഭൂമി ജീവിക്കും വേളയിൽ നമ്മുടെ ചരിത്രം മാറണമെങ്കിൽ, ആ പുത്ര സ്വീകാര്യം അനുഭവിക്കണമെങ്കിൽ, സമീപസ്ഥരായി തീരണമെങ്കിൽ, ആ ദൈവിക കുടുംബങ്ങൾക്ക് ഓഹരിക്കാരായി തീരണമെങ്കിൽ, ഹൃദയത്തിൽ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച തിരുവെഴുത്തിൻ്റെ വ്യവസ്ഥതയിൽ ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഏകീകരിക്കപ്പെടുന്ന വിശുദ്ധ സ്നാനം സ്വീകരിച്ച്, മുഴുകൽ സ്നാനം സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കപ്പെട്ടാൽ മാത്രമേ ചരിത്രം മാറി പ്രത്യാശയോടെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. അതിന് ഈ ചരിത്രത്തെ ഒഴിവുകഴിവായി പറഞ്ഞ് അതിനകത്തൊന്ന് ഒഴിഞ്ഞിരിക്കാൻ ശ്രമമുണ്ടെങ്കിൽ തിരുവെടുത്ത് പറയുന്നു അതിനൊരു സാധ്യത പോലും, 0.1 സാധ്യത പോലും ബാക്കിയില്ല. അങ്ങനൊരു ചിന്തയുണ്ട്. മതം വഞ്ചിച്ചത് രക്ഷപ്പെടാൻ ഇന്ന് രാത്രി വാതിൽ തുറക്കുക. ഹൃദയത്തിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. വായി തുറന്ന് ഇന്ന് രാത്രി സമർപ്പിക്കുക. എൻ്റെ പകരക്കാരനായി ആ കാൽവറിയിൽ മരിച്ചത് എനിക്ക് ലഭിക്കപ്പെട്ടത് ജീവന. ആ മരണത്തെയും അവിടുത്തെ പുനരുത്ഥാനത്തോടും അനുരൂപപ്പെടാൻ മുഴുകൽ സ്നാനം സ്വീകരിച്ച് ദൈവസഭയോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിയും. എന്നാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ കഴിയത്തുള്ളെന്ന് ഇന്ന് രാത്രി ബോധ്യത്തോടെ തിരിച്ചറിഞ്ഞാൽ ചരിത്രം തിരുത്തി എഴുതാൻ ക്രിസ്തുവിന് കഴിയും. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ തിരുവെടുത്ത് വെളിപ്പെടുത്തുന്ന എല്ലാ സ്വാതന്ത്ര്യത്തോടെ ഇന്ന് രാത്രി ഇത് ദേശത്തോട് പറയുമ്പം
ഒഴിവുകഴിവില്ലാതെ ഒരു പക്ഷേ ലഭിക്കുന്ന അവസാനത്തെ അവസരമായിരിക്കും. ഇക്കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് പുറകിൽ ഞാൻ ഒരു ദേശത്ത് ഈ സന്ദേശം വിളിച്ചു പറഞ്ഞു. അതിനപ്പുറമായിട്ട് അടുത്ത ദിവസം അവിടുത്തെ പാസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സഹോദരൻ സ്നാനജലത്തിലേക്ക് ഇറങ്ങി സ്നാനപ്പെട്ടു. ഒത്തിരി അവസരങ്ങൾ അതിൻ്റെ പുറകിൽ തനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് രാത്രി താൻ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു. അടുത്ത ദിവസങ്ങളിൽ എപ്പോഴോ സ്നാനജലത്തിലേക്ക് ഇറങ്ങി. ഇതിന് ശേഷം ഒരു 2 ദിവസങ്ങൾക്കപ്പുറം ആ മനുഷ്യൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അന്ന് രാത്രി ഞാൻ അവിടെ പറഞ്ഞ സന്ദേശം ഒരു പക്ഷേ ഇപ്പോഴില്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ലെന്നാ. ഈ ഒരൊറ്റ വാക്ക് ആ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് തറഞ്ഞു കയറി അന്ന് ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച് ആ മനുഷ്യൻ ക്രിസ്തുവിന് വേണ്ടി വേർതിരിഞ്ഞതാ. ജീവിതത്തിൻ്റെ അവസാന പാദത്തിൽ ലഭിക്കപ്പെട്ട അവസരം. ക്രൂശിക്കിടന്ന മനുഷ്യന് ഇറങ്ങി വന്ന് അവന് യാതൊന്നും ചെയ്യാൻ അവസരമില്ലാത്തത് കൊണ്ട് കർത്താവ് അവനെ പരിഗണിച്ച് കൃപയുടെ അളവറ്റ വ്യാപാരം കൊടുത്തതുകൊണ്ട് അവസരം നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോൾ, അതിനു മുമ്പ് വാതിൽ തുറന്നു കിടക്കുമ്പോൾ ഇന്ന് രാത്രി സമർപ്പിക്കുക. ക്രിസ്തുവിന് വേണ്ടി ഞാൻ എൻ്റെ ഹൃദയത്തെ സമർപ്പിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഞാൻ ഏകീകരിക്കപ്പെടുന്നു. ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിച്ച് ജീവിക്കാൻ ഇന്ന് രാത്രി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈ രാത്രിയും ആ ക്രിസ്തുവിൻ്റെ ചരിത്രത്തിന്, നമ്മുടെ ക്രിസ്തുവിൻ്റെ ആ മരണ പുനരുത്ഥാനങ്ങൾക്ക് നമ്മുടെ ചരിത്രത്തെ മാറ്റാൻ കഴിയും. പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ മരണ പുനരുത്ഥാനങ്ങൾ എന്നിൽ വരുത്തിയ മാറ്റം എന്താ? നമ്മുടെ പൗരത്വം ഇപ്പോഴങ്ങ് സ്വർഗത്താ. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഈ ഭൂമിയിലുള്ളത് ചിന്തിച്ച എൻ്റെ ചരിത്രത്തെ ഇന്ന് സ്വർഗത്തിലേക്ക് നോക്കി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒറ്റ ചരിത്രം അത് യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളാണ്. എന്നാൽ അതെനിക്ക് വരുത്തിയ പരിവർത്തനം പറയാം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തും. ഈ ചരിത്രം മാറിയവൻ്റെ ഉറപ്പ് ഇന്ന് നശ്വരമായതിൽ നിന്ന് അനുശ്വരമായതിലേക്ക്, മർത്യമായതിൽ നിന്ന് അമർത്യമായതിലേക്ക്, താഴ്ചയുള്ളതിൽ നിന്ന് തേജസ് ഉള്ളതിലേക്ക്, നശ്വരതയിൽ നിന്ന് നിത്യമായതിലേക്ക് പറന്നുയരുന്ന ഒരു തേജസ്സിൻ്റെ ദിനം വരുന്നുണ്ട്. അവിടെയാ എൻ്റെ പ്രത്യാശയുടെ പൂർത്തീകരണം കിടക്കുന്നത്. അതുകൊണ്ട് പാട്ടുകാരൻ പാടുന്നത്, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. ഈ ഭൂമിയെ നോക്കി മാത്രം ജീവിച്ച എൻ്റെ ചരിത്രത്തെ മാറ്റിയ എൻ്റെ ഉറപ്പ്, ഈ കാണുന്നതെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. ഇന്ന് രാത്രി ഇതാകട്ടെ നമ്മുടെ അകതാരുള്ള പ്രത്യാശ. കണ്ണുകൾ ഇന്ന് രാത്രി അടക്കാം, ഹൃദയങ്ങൾ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടാം. ഈ വചനത്തിനകത്ത് ഇന്ന് രാത്രി സമർപ്പിക്കാൻ കഴിയുമോ? കഴിയുന്നവർ ഇന്ന് രാത്രി ആരോഗ്യമുള്ളവരെല്ലാവരും അത് സ്ഥാനങ്ങൾ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇന്ന് രാത്രി ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ സമരമുഖങ്ങൾക്കകത്ത് വല്ലാത്ത ബന്ധനം പേർ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ച യേശുവിനെ നിങ്ങളെ തൊടാൻ കഴിയും. യേശുവിനെ നിങ്ങളെ വിടുവിക്കാൻ കഴിയും. ഏതെങ്കിലുമൊക്കെ മേഖലകൾ ഇന്ന് രാത്രി പ്രാർത്ഥന ആവശ്യമുണ്ട്. ഏതെങ്കിലുമൊക്കെ മേഖലയിൽ പ്രാർത്ഥന ആവശ്യമുണ്ട്. യേശുവിൻ്റെ കരം എന്നെ തൊടണം. എനിക്ക് അത്ഭുതകരമായ ഒരു ഇടപെടൽ ഇന്ന് രാത്രി ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ കരം എന്നെ സ്പർശിക്കണം. എൻ്റെ രോഗത്തിനൊരു സൗഖ്യം വരണം. എൻ്റെ കുടുംബത്തിനകത്ത് പ്രതിസന്ധിക്കൊരു അറുതി വരണം. അസമാധാനത്തിൻ്റെ ജീവിതത്തിനകത്ത് പുതിയൊരു സമാധാനത്തിൻ്റെ ജീവിതം പുലരണം. ഇന്നും നിരാശക്കകത്ത് കഴിയുന്ന നിരാശകൾ മാറണം. യേശുവിനെ തൊടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി കരം ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഈ രാത്രി പ്രാർത്ഥിക്കാൻ പോവാം. ഉയർത്തിപ്പിടിച്ച കരങ്ങളുടെ മേൽ ഇന്ന് രാത്രി യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം ഇറങ്ങി വരാൻ പോവാ. നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചു കൊടുക്കട്ടെ. ഏതെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഡിലേ ചെയ്ത് കിടക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി തീരുമാനമെടുക്കുക. അത്ഭുതകരമായി കരങ്ങളെ യേശു തൊടാൻ പോവാ. ഇന്ന് രാത്രിയിൽ ഇവിടെയുള്ള അഭിഷക്തന്മാരെ ഒരുമിച്ച് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ യേശുവിൻ്റെ കരത്തിൻ്റെ വിടുതലുകൾ ഇന്ന് രാത്രി സംഭവിക്കാൻ ഞങ്ങളുടെ പ്രിയ കർത്താവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരുമിച്ച് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വന്ന് അവരുടെ കരങ്ങളെ തൊടുന്നതിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഇതിനകത്ത് രോഗികൾ സൗഖ്യമാകട്ടെ. ഇന്ന് രാത്രി ഇരുട്ടിൻ്റെ അന്ധകാരത്തിനകത്ത് നിൽക്കുന്നവർ യേശുവിൻ്റെ നാമത്തിലുള്ള വിമോചനം ഇന്ന് രാത്രി പ്രാപിക്കട്ടെ. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ അവകാശത്തിലേക്ക് ഇന്ന് രാത്രി ജനം പുറത്തു വരട്ടെ. തടഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെയും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
ഹൃദയങ്ങൾ സ്വതന്ത്രമാകട്ടെ, ഹൃദയങ്ങൾ സ്വതന്ത്രമാകട്ടെ, ഹൃദയങ്ങൾ സ്വതന്ത്രമാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി ചില ചരിത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുതുതായി തീരട്ടെ. പുതിയ ചില എഴുത്തുകൾ ചില കുടുംബങ്ങളെ എഴുതട്ടെ, ചില തലമുറകളുടെ പുതിയ എഴുത്തുകൾ എഴുതട്ടെ. ചില പാപശക്തിയിൽ നിന്ന്, ദുരാത്മ മേഖലയിൽ നിന്ന് ഇന്ന് രാത്രി സ്വാതന്ത്ര്യം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഒരുമിച്ച് ഞങ്ങൾ അധികാരത്തോടെ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം ചില കുടുംബത്തിനകത്ത് സ്വാതന്ത്ര്യം നൽകുന്നതിന് നന്ദി പറയുന്നു. ആത്മാവിൽ ചില വിടുതലുകൾ സംഭവിക്കുന്നതിന് നന്ദി പറയുന്നു. ശരീരത്തിനകത്ത് ചില വിടുതലുകൾ സംഭവിക്കുന്നതിന് നന്ദി പറയുന്നു. പാപരോഗത്തിനകത്തുള്ള നിരാശക്കകത്തുനിന്ന് ഇന്ന് രാത്രി ജനത്തെ ആത്മാവിൽ തൊടുന്നതിന് നന്ദി പറയുന്നു. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ.